Hello everyone, welcome to Sera. So, Kannur University Core Physics first semester Core Physics inde Mechanics paper inde last unit ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംഗുലാർ മൊമെന്റം. സിലബസ് നോക്കുന്നതാണെങ്കിൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. സ്ലൈഡിംഗ് ബ്ലോക്ക്, ആംഗുലാർ മൊമെന്റം ഓഫ് എ സ്ലൈഡിംഗ് ബ്ലോക്ക്, ടോർക്ക്, സെൻട്രൽ ഫോഴ്സ് മോഷൻ ഓഫ് ഈക്വൽ ഏരിയാസ്, അത് കെപ്ലേഴ്സ് ലോ അതിൽ വരുന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ടോർക്ക് ഡ്യൂ ടു ഗ്രാവിറ്റി, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് സം സിമ്പിൾ ഒബ്ജക്ട്സ്. ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ പ്രോബ്ലം ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡൈനാമിക്സ് ഓഫ് ആറ്റ്വുഡ് മെഷീൻ വിത്ത് മാസീവ് പുള്ളി. നമ്മൾ ആറ്റ്വുഡ് മെഷീൻ ന്യൂട്ടൺസ് ലോസിൽ ആറ്റ്വുഡ് മെഷീൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് അവിടെ മാസ്ലെസ് പുള്ളിയായിരുന്നു. ഇവിടെ മാസീവ് പുള്ളിയുടെ ആറ്റ്വുഡ് മെഷീൻ്റെ ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. ആൻഡ് സിമ്പിൾ പെൻഡുലം, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. മോഷൻ ഇൻവോൾവിംഗ് ബോത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ, അതിലൊരു ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷൻ 5 മാർക്ക് ക്വസ്റ്റ്യൻസിന് ചോദിക്കാൻ സാധ്യതയില്ലെന്നാണ്. ആൻഡ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ആൻഡ് that's it. Drum rolling down a plane, inclined പ്ലെയിനിൽ റോൾ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ടോട്ടൽ ഓഫ് 20 മാർക്സ് ആണ്, 20 വെയിറ്റേജ് ആണ് ഈ യൂണിറ്റിന് കൊടുത്തിട്ടുള്ളത്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ചാപ്റ്റർ ആംഗുലാർ മൊമെന്റം. വാട്ട് ഈസ് ആംഗുലാർ മൊമെന്റം? ആംഗുലാർ മൊമെന്റം ഇറ്റ് ഈസ് എ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെന്റം. അതായത് ലീനിയർ മൊമെന്റം നമ്മൾ ട്രാൻസ്ലേഷൻ മോഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ആംഗുലാർ മൊമെന്റം റൊട്ടേഷൻ മോഷനിലാണ് ഈ ആംഗുലാർ മൊമെന്റം യൂസ് ചെയ്യുക. അപ്പം ആംഗുലാർ മൊമെന്റം എന്താണ്? മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം ആണ് ആംഗുലാർ മൊമെന്റം. അപ്പൊ ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് L=R×P. R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, P എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റം ആണ്. സോ ആംഗുലാർ മൊമെന്റം ഇസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ L. ക്യാപിറ്റൽ L ഇസ് R×P. SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഇതാണ് ആംഗുലാർ മൊമെന്റത്തിന്റെ SI യൂണിറ്റ് ഓർമ്മിച്ച് വെക്കണം. സോ ആംഗുലാർ മൊമെന്റം എപ്പോഴും പൊസിഷനും മൊമെന്റത്തിനും പെർപെൻഡിക്കുലർ ആയിട്ട് ഉണ്ടാവുക. ക്രോസ് പ്രോഡക്റ്റ് ആണ്. ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് ആറിനും പിക്കും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും L ഉണ്ടാവുക. സപ്പോസ് RP ഇസ് ഇൻ ദ XY പ്ലെയിൻ ആണെങ്കിൽ L ഓൾവേസ് ഇൻ ദ Z ഡയറക്ഷനിലേക്കായിരിക്കും L ആക്ട് ചെയ്യുക. അപ്പം Lന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കാം. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് സെഡിലേക്കും, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ് സെഡിലേക്കും ആയിരിക്കും ഉണ്ടാവുക XY പ്ലെയിനിലാണെങ്കിൽ. സോ നൗ L ഇസ് R×P. L R×P ആവുന്ന സമയത്ത് ഇതിന് RP സൈൻ തീറ്റ എന്ന് എഴുതാം. RP സൈൻ തീറ്റ. അപ്പം P സൈൻ തീറ്റ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ കമ്പണന്റ് ഓഫ് മൊമെന്റ് ആണ്, ലീനിയർ മൊമെന്റ് ആണ്. അപ്പം ഇതിന് R ഇൻറ്റു പെർപെൻഡിക്കുലർ കമ്പണന്റ് ഓഫ് ലീനിയർ മൊമെന്റം, അല്ലെങ്കിൽ R പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഇൻറ്റു P എന്ന് എഴുതാൻ പറ്റും. ഇതിനെ ലീനിയർ ആംഗുലാർ മൊമെന്റത്തിന് ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാൻ പറ്റും. സോ നൗ ഇതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ R×P ആണ്. R എന്ന് പറയുന്നത് XI പ്ലസ് YJ പ്ലസ് ZK ആണ്. P എന്ന് പറയുന്നത് PXI പ്ലസ് PYJ പ്ലസ് PZK ആണ്. അപ്പം ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് ദിസ് വിൽ ബി ഈക്വൽ ടു IJK XYZ PX PY PZ. ഇതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ Lന് 3 കമ്പോണന്റ് ഉണ്ടാവും, LX LY LZ. ആ LX LY LZ എന്താണെന്ന് നോക്കാം. ദിസ് വിൽ ബി ഈക്വൽ ടു I ഇൻറ്റു Y PZ മൈനസ് Z PY മൈനസ് J ഇൻറ്റു X PZ മൈനസ് Z PX പ്ലസ് K ഇൻറ്റു X PY മൈനസ് Y PX. അപ്പോൾ YPZ മൈനസ് ZPY എന്ന് പറയുന്നത് LXും മൈനസ് ഓഫ് XPZ മൈനസ് ZP എന്ന് പറയുന്നത് LYയും
എക്സ് പി വൈ മൈനസ് വൈ പി സെഡ് പി എക്സ് എന്ന് പറയുന്നത് എൽ സെഡ് കമ്പോണന്റും ആയിരിക്കും. എൽ സെഡ് കമ്പോണന്റ് ഇത് നോക്കിക്കഴിഞ്ഞാൽ എൽ സെഡ് കമ്പോണന്റിൽ എക്സ് വൈയിലും എക്സിലും വൈയിലും ആയിരിക്കും മൊമെന്റും പൊസിഷനും ഉണ്ടാവുക, ഡിസ്പ്ലേസ്മെന്റും ഉണ്ടാവുക. എൽ വൈ നോക്കിക്കഴിഞ്ഞാൽ എൽ വൈ കമ്പോണന്റിൽ എക്സും സെഡും ആയിരിക്കും ആൻഡ് എൽ എക്സ് കമ്പോണന്റിൽ വൈയും സെഡും ആയിരിക്കും. സോ നൗ മൂവിങ് ഓവർ ടു ആംഗുലർ മൊമെന്റം ഓഫ് എ സ്ലൈഡിംഗ് ബ്ലോക്ക്. ഒരു സ്ലൈഡിംഗ് ബ്ലോക്കിന്റെ ആംഗുലർ മൊമെന്റം എന്താണെന്ന് നോക്കാം. സപ്പോസ് ഒരു ഒബ്ജക്റ്റ്, ഒരു ബ്ലോക്ക് ഇസ് മൂവിങ് അലോങ് ദ എക്സ് ഡയറക്ഷൻ. ഇത് എക്സ് ആക്സിസ് ആണ്, വൈ ആക്സിസ് സെഡ്. സോ എക്സ് ആക്സിസിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് എ ആയി എടുത്തു ആൻഡ് ഈ ഡിസ്റ്റൻസ് ഇസ് എക്സ് ആൻഡ് ഈ ഡിസ്റ്റൻസ് ഇസ്, ഇതൊരു പോയിന്റ് ബി ആണ്, ദിസ് ഡിസ്റ്റൻസ് ഇസ് എൽ ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഇസ് സം what h, yeah, some h. So ഈ എ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം എമ്മിന്റെ ആംഗുലർ മൊമെന്റം എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പം എൽ ഇസ് ആർ ക്രോസ് പി. പി എന്ന് പറയുന്നത് ആർ ക്രോസ് എം വി, അല്ലെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു എം ഇൻറ്റു ആർ ക്രോസ് വി. വി എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലേക്കാണ്, ആർ എന്ന് പറയുന്നതും എക്സ് ഡയറക്ഷനിലേക്കാണ്. അപ്പം രണ്ടും ഐ ആണ്. ഐ ക്രോസ് ഐ എന്ന് പറയുന്നത് 0 ആണ്. സോ ദ ആംഗുലർ മൊമെന്റം ഇൻ ദ എൽ ഡയറക്ഷൻ, എൽ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ആംഗുലർ മൊമെന്റം വിൽ ബി 0. ഇനി വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം, ഒരു ബി പോയിന്റ് കൺസിഡർ ചെയ്യാം. ബി പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ബി പോയിന്റ് ആണിത്, ഈ ഡിസ്റ്റൻസ് എൽ ആണ്. സോ ബി പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എക്സ് ആണ്. സോ എൽ ബി വിൽ ബി സെയിം ആർ ക്രോസ് പി. ബിന്റെ കേസിൽ ആർ എന്താണ്? ആർ വിൽ ബി എക്സ് ഐ മൈനസ് എൽ ജെ. ഇതായിരിക്കും ബിന്റെ കേസിൽ ആർ എന്ന് പറയുന്നത്. പി വിൽ ബി വി എക്സ് ഐ, ഒബ്വിയസ്ലി വി എക്സ് ഐ. ഓക്കെ, ഇനി ഇതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എൽ ബി വിൽ ബി ഈക്വൽ ടു എം ഇൻറ്റു എക്സ് ഐ മൈനസ് എൽ ജെ ക്രോസ് വി എക്സ് ഐ. ഐ ക്രോസ് ഐ എന്ന് പറയുന്നത് 0 ആണ്, ജെ ക്രോസ് ഐ എന്ന് പറയുന്നത് സെഡ് ആണ്, കെ ആണ്. സോ മൈനസ് കെ ആണ്. സോ മൈനസും മൈനസും പോയി വി വിൽ ഗെറ്റ് എം എൽ വി എക്സ്. ദാറ്റ് വിൽ ബി ഇൻ ദ k direction. So LB will be MLVX. സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരു പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും ആംഗുലർ മൊമെന്റത്തിന്റെ വാല്യൂ. ഒരു പോയിന്റിൽ 0 ആണെങ്കിൽ വേറൊരു പോയിന്റിൽ അത് 0 ആവണം എന്നില്ല. അപ്പം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ചോയ്സ് ഓഫ് ദ ഒറിജിൻ. ആ പോയിന്റ് ഏതാണെന്ന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. Now we'll move on to the angular momentum of a conical pendulum. Conical pendulum എന്ന് വെച്ചാൽ ഒരു സ്ട്രിങ്ങിന്റെ അറ്റത്ത് ഒരു ബോബ് ഉണ്ട്. ആ ബോബ് will be executing a circular motion of radius r. ഈ ഒരു പോയിന്റ് എ ആണ് ആൻഡ് ദിസ് ഇസ് എ ബോബ് ഓഫ് മാസ് എം. ഇനി രണ്ട് പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം, എൽ എയും ബിയും. അപ്പോൾ രണ്ട് പോയിന്റിൽ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് കണ്ടുപിടിക്കാം. വാട്ട് വിൽ ബി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം? വിൽ സീ ദാറ്റ് എൽ എ വിൽ ബി ഈക്വൽ ടു ആർ എ ക്രോസ് പി. ഓക്കെ, നൗ ദ മോഷൻ ഇസ് റെസ്ട്രിക്റ്റഡ് ടു, ഇത് സെഡ് ആക്സിസ് ആണ്, അപ്പോൾ മോഷൻ ഇസ് റെസ്ട്രിക്റ്റഡ് ടു എക്സ് വൈ പ്ലെയിൻ. എക്സ് വൈ പ്ലെയിനിൽ ആർ എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലേക്കാണ്, പി എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിലേക്കാണ്. സോ ആർ എ വിൽ ബി ആർ ഐ ആൻഡ് പി വിൽ ബി പി ജെ. ഇറ്റ് വിൽ ബി ഇൻ ദ വൈ ഡയറക്ഷൻ. സോ എൽ എ, വാട്ട് വിൽ ബി എൽ എ? ആർ ഐ ക്രോസ് പി ജെ. What is I cross J? I cross J is K. That is a IJK. സൈക്ലിക് ആയി വരുന്ന സമയത്ത് I cross J എന്ന് പറയുന്നത് K ആയിരിക്കും. I cross J is K. Okay, and I cross J is K. R P K. LA will be R P K, where R P എന്ന് പറയുന്നത് MV ആണ്.
P is mv, so R into mv. ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? mr omega എന്ന് എഴുതാൻ പറ്റും. L is mr omega. ഒമേഗ ഇവിടെ v is r omega. v is r omega. അപ്പം r omega സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ mr സ്ക്വയർ ഒമേഗ ആയിരിക്കും. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ഒരു ബി പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ബി പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. ഇവിടെയാണ് ബി പോയിന്റ്. സോ ബി പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എൽ ബി, വാട്ട് വിൽ ബി എൽ ബി? ആർ ബി ക്രോസ് പി ബി. ആർ ബി ക്രോസ് പി ബി എന്ന് പറയുമ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു, ആർ ബി എന്ന് പറയുന്നത് എൽ ആണ്, ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ആണ് ആർ ബി. ആർ ബി ഈസ് ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ആൻഡ് പി ബി എന്ന് പറയുന്നത്, പി ബി വിൽ ബി ഈക്വൽ ടു R and PB are perpendicular. So L and PB are perpendicular. അപ്പോൾ എന്ത് കിട്ടും? RB LB will be equal to RPB sin theta. Sin theta, theta is 90, so it will be RPB. So R is L, so LB will be LP. P എന്താണ്? mv. So mvl will be the moment of inertia along about the point V. അപ്പം രണ്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യയും ഡിഫറെന്റ് ആണ്. മറ്റേതിൽ കിട്ടിയത് mr സ്ക്വയർ ഒമേഗ ആണെങ്കിൽ ഇവിടെ mrl ഒമേഗയാണ്. എൽ എ എന്ന് പറയുന്നത് mr സ്ക്വയർ ഒമേഗ ആണെങ്കിൽ എൽ ബി എന്ന് പറയുന്നത് mrl ഒമേഗയാണ്. അപ്പൊ രണ്ട് മൊമെന്റ് ആംഗുലർ മൊമെന്റും ഡിഫറെന്റ് ആണ്. അപ്പോൾ ആംഗുലർ മൊമെന്റം ഡിപ്പെൻഡ്സ് ഓൺ ദ ചോയ്സ് ഓഫ് ദ ഒറിജിൻ. ആൻഡ് നൗ വിൽ മൂവ് ഓൺ ടു ടോർക്ക്. ടോർക്ക് എന്താണ്? ഇറ്റ് ഈസ് എ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെന്റം ആണെങ്കിൽ ടോർക്ക് എന്ന് പറയുന്നത് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ആണ്. സോ ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ടോനെ വേറൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് എ ടേണിങ് അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ട്വിസ്റ്റിംഗ് അല്ലെങ്കിൽ ടേണിങ് ആക്ഷനെയും ടോർക്ക് എന്ന് വിളിക്കാൻ പറ്റും. അപ്പം ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. നേരത്തെ എഴുതിയതുപോലെ തന്നെ ടി ഇസ് ആർ എഫ് സൈൻ തീറ്റ. ഒന്നുകിൽ ആർ ഇൻറ്റു എഫ് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ആർ പെർപെൻഡിക്കുലർ ഇൻറ്റു എഫ് എന്നും ടോർക്കിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ പോലെ തന്നെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചിട്ട് ടോർക്കിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലോക്ക് വൈസ് ആണെങ്കിൽ മൈനസിലേക്കും, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ, ആറും എഫും എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെങ്കിൽ മൈനസ് സെഡ് ഡയറക്ഷനിലേക്കും, ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെങ്കിൽ സെഡ് ഡയറക്ഷനിലേക്കും റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചിട്ട് ടോയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഡയമെൻഷൻ ഓഫ് ടോ എന്ന് പറയുന്നത്, ടോന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ml സ്ക്വയർ ടി റേസ് ടു -2 ആണ് ടോന്റെ ഡയമെൻഷൻ. ആൻഡ് നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ആംഗുലർ മൊമെന്റത്തിന്റെ കേസ് പോലെ തന്നെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ടോക്ക് 3 കമ്പോണന്റ് ഉണ്ടാവും: ടോ എക്സ്, ടോ വൈ, ടോ സെഡ്. സോ ടോ ഇസ് ഐ ജെ കെ എക്സ് വൈ സെഡ് എഫ് എക്സ് എഫ് വൈ എഫ് സെഡ്. ക്രോസ് പ്രോഡക്റ്റ് ആണ്. സോ ടോ വിൽ ബി ഹാവിങ് 3 കമ്പോണൻറ്റ്സ്: ടോ എക്സ്, ടോ വൈ, ടോ സെഡ്. ആൻഡ് ടോന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, ടോർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ടോന്റെ യൂണിറ്റ് ഇസ് ന്യൂട്ടൺ പെർ മീറ്റർ. സോ യൂണിറ്റും ഡയമെൻഷനും ഓർത്തു വെക്കണം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. സോ ടോർക്കും ഫോഴ്സും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്ന്, ടോർക്ക് ഡിപ്പെൻഡ്സ് ഓൺ ദ ചോയ്സ് ഓഫ് ദ ഒറിജിൻ. നേരത്തെ പ്രൂവ് ചെയ്തു, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ചോയ്സ് ഓഫ് ദ ഒറിജിൻ. പക്ഷെ ഫോഴ്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ചോയ്സ് ഓഫ് ദ ഒറിജിൻ. ഫോഴ്സ് എല്ലായിടത്തും സെയിം ആയിരിക്കും, എല്ലാ പോയിന്റിലും സെയിം ആയിരിക്കും. പക്ഷെ ടോർക്ക് ഒരു പോയിന്റിന് ഒറിജിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും ടോർക്കിന്റെ വാല്യൂ. ആൻഡ് ടോർക്കും ഫോഴ്സും ഓൾവേസ് പെർപെൻഡിക്കുലർ ആണ്. ടോ ഇസ് ആർ ക്രോസ് എഫ്. സോ ടോ എപ്പോഴും എഫിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതാണ് രണ്ടും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയാനുള്ളത്. സോ എസ് ഐ യൂണിറ്റും
ഡയമെൻഷനും ഓർത്തു വെക്കുക. വേറൊരു കാര്യം ടോർക്കിനെ പറ്റി പറയാനുള്ളത്, ഫോഴ്സ് 0 ആണെങ്കിൽ പോലും ടോർക്ക് എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് വൈസ് വേഴ്സ, ഈവൻ ഇഫ് ഫോഴ്സ് എക്സിസ്റ്റ്, ടോർക്ക് മെ നോട്ട് എക്സിസ്റ്റ്. ടോർക്ക് എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല. രണ്ട് കേസ് ഉണ്ട്. ടോർക്ക് എക്സിസ്റ്റ് ചെയ്യാം പക്ഷെ ഫോഴ്സ് ഇല്ല, ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യാം പക്ഷെ ടോർക്ക് ഇല്ല. ഈ രണ്ട് കേസും ഇറ്റ് ഈസ് പോസിബിൾ. സോ നെക്സ്റ്റ് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റും ടോർക്കും എങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു, എങ്ങനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാമെന്ന് പ്രൂവ് ചെയ്യും. ഇതൊരു 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എൽ ഇസ് ആർ ക്രോസ് പി. ആംഗുലാർ മൊമെന്റത്തിന് ആർ ക്രോസ് പി എന്ന് എടുക്കാം. ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം എടുത്താൽ എന്ത് കിട്ടും? ഡി എൽ ബൈ ഡി ടി വിൽ ബി ഈക്വൽ ടു ടി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി. അപ്പോൾ ഒരു പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡി ആർ ബൈ ഡി ടി ക്രോസ് പി പ്ലസ് ആർ ക്രോസ് ഡി പി ബൈ ഡി ടി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഡി ആർ ബൈ ഡി ടി എന്താണ്? വി ആണ്. ഡി പി ബൈ ഡി ടി സെക്കൻഡ് ലോ പ്രകാരം ഡി പി ബൈ ഡി ടി സെക്കൻഡ് ലോ ഓഫ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം ഡി പി ബൈ ഡി ടി ഫോഴ്സ് ആണ്. അപ്പം ഇതിനെങ്ങനെ എഴുതാം? ഇറ്റ് ഇസ് വി ക്രോസ് പി പ്ലസ് ആർ ക്രോസ് എഫ്. ആർ ക്രോസ് എഫ് എന്താണ്? ടോ ആണ്. ആർ ക്രോസ് എഫ് ഇസ് ടോ. സോ ഇറ്റ് ഇസ് വി ക്രോസ് എം വി പ്ലസ് ടോ. ഈ വി ക്രോസ് എം വി എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം എന്താ? എം കോൺസ്റ്റന്റ് ആണ്. സോ വി ക്രോസ് വി വിൽ ബി ഈക്വൽ ടു 0. അപ്പം ഡി എൽ ബൈ ഡി ടി എന്താണ്? ഡി എൽ ബൈ ഡി ടി എന്ന് പറയുന്നത് ടോർക്ക് ആണ്. ഡി എൽ ബൈ ഡി ടി ഇസ് ടോർക്ക്. ദ ഡെറിവേറ്റീവ് ഓഫ് ആംഗുലാർ മൊമെന്റം ഇസ് ടോർക്ക്. സോ ഫോഴ്സിന്റെ സെയിം ഇക്വേഷൻ ആണ്. എഫ് എസ് ഡി പി ബൈ ഡി ടി ആണെങ്കിൽ ടോ ഇസ് ഡി എൽ ബൈ ഡി ടി. സോ അതൊന്ന് ഓർത്ത് വെക്കണം. അപ്പം എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. അതാണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ ഇനി അടുത്ത് എടുക്കാനുള്ളത് സെൻട്രൽ ഫോഴ്സ് മോഷൻ ആണ് ആൻഡ് ലോ ഓഫ് ഈക്വൽ ഏരിയാസ്. ഒരു സെൻട്രൽ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്നാ? ഇറ്റ് ഈസ് ഓൾവേസ് ആക്ടിങ് ഐദർ ടുവേർഡ്സ് ഓർ എവേ ഫ്രം ദ ഫിക്സ്ഡ് പോയിന്റ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് ഫ്രം ദ ഫിക്സ്ഡ് പോയിന്റ്. എഫ് എന്ന് പറയുന്നത് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് ഇറ്റ് വിൽ ബി ഇൻ ദ ഡയറക്ഷൻ ഡയറക്റ്റഡ് ടുവേർഡ്സ് ഓർ എവേ ഫ്രം ദ ഫിക്സ്ഡ് പോയിന്റ് ആയിരിക്കും. ആറിന്റെ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുക. സോ സെൻട്രൽ ഫോഴ്സിന്റെ കേസിൽ എൽ വിൽ ബി എ കോൺസ്റ്റന്റ്. L will be a constant. So tau 0 ആണ്. അപ്പം L will be a constant. In central force, total external torque acting on the system is 0. അപ്പോൾ നേരത്തെ പറഞ്ഞത് പ്രകാരം dl by dt will be 0. L is conserved. dl by dt 0 ആയതുകൊണ്ട് തന്നെ L കൺസേർവ്ഡ് ആയിരിക്കും. സോ ഒരു രണ്ട് ഒബ്ജക്റ്റ് റൊട്ടേഷൻ അണ്ടർഗോ, if two objects undergo rotation under central force ആണെങ്കിൽ അതിന്റെ ഏരിയ സ്വെപ്റ്റ് dA by dt, ഏരിയ സ്വെപ്റ്റ് ഇൻ ടൈം ഇന്റർവെൽ dt will be a constant. L കോൺസ്റ്റന്റ് ആണ്, മാസ് കോൺസ്റ്റന്റ് ആണ്. സോ dA by dt എന്ന് പറയുന്നത് L by 2m ആണ്. ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഒരു ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കുക. ഏരിയ സ്വെപ്റ്റ് ഇസ് എ കോൺസ്റ്റന്റ്. ഇതാണ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ എന്ന് പറയാനുള്ളത്. കെപ്ലേഴ്സ് സെക്കൻഡ് ലോ സിലബസിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. കെപ്ലേഴ്സ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ഏരിയ സ്വെപ്റ്റ് പെർ യൂണിറ്റ് ടൈം അല്ലെങ്കിൽ ഏരിയൽ വെലോസിറ്റി ഓഫ് എൻ ഒബ്ജെക്ട് എക്സിക്യൂട്ടിംഗ് റൊട്ടേഷണൽ മോഷൻ അണ്ടർ സെൻട്രൽ ഫോഴ്സ് ഇസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. അതായത് ഏരിയൽ വെലോസിറ്റി dA by dt നെയാണ് ഏരിയൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഏരിയൽ വെലോസിറ്റി വിൽ ബി ഓൾവേസ് എ കോൺസ്റ്റന്റ്. ഏരിയൽ വെലോസിറ്റി ഏരിയ സ്വെപ്റ്റ് ഇൻ യൂണിറ്റ് ടൈം ഓഫ് എൻ ഒബ്ജെക്ട് റൊട്ടേറ്റിംഗ് അണ്ടർ സെൻട്രൽ ഫോഴ്സ്. സെൻട്രൽ ഫോഴ്സിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജെക്റ്റിന്റെ ഏരിയൽ വെലോസിറ്റി വിൽ ബി എ കോൺസ്റ്റന്റ്. അതാണ് കെപ്ലർ സെക്കൻഡ് ലോ. ഇത് പ്ലാനറ്ററി മോഷനിൽ
യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്ലാനറ്ററി മോഷൻ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എർത്ത് വിൽ ബി സ്വെപ്റ്റിംഗ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്ലാനറ്റ് വെൻ ഇറ്റ് ഈസ് നിയർ ടു ദ സൺ ദ സ്പീഡ് ഓഫ് മോഷൻ ഇസ് ഹയർ ആൻഡ് വെൻ ഇറ്റ് ഈസ് ഫാർ ഫ്രം ദ സൺ ദ സ്പീഡ് ഓഫ് മോഷൻ ഇസ് സ്ലോവർ. അതായത് സൺ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഇതാണ് സൺ ഒരു എലിപ്സിന്റെ വൺ ഓഫ് ദ ഫോക്കയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ സണ്ണിന്റെ അടുത്തുകൂടി പോകുമ്പോൾ സ്പീഡ് കൂടുതലും ഫാർ ഫ്രം ദ സൺ സ്പീഡ് കുറവുമായിരിക്കും. സോ ഇതാണ് ലോ ഓഫ് ഈക്വൽ ഏരിയാസ് പറ്റി പറയാനുള്ളത്. ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, ഡെറിവേഷൻ പഠിക്കാനില്ല. ആൻഡ് നെക്സ്റ്റ് ഇസ് ടോർക്ക് ഓൺ എ സ്ലൈഡിംഗ് ബ്ലോക്ക്. നേരത്തെ ആംഗുലാർ മൊമെന്റം ഓഫ് എ സ്ലൈഡിംഗ് ബ്ലോക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സിമിലർലി ടോർക്ക് ഓൺ എ സ്ലൈഡിംഗ് ബ്ലോക്ക് എന്താണെന്ന് നോക്കാം. സെയിം ആസ് ദ പ്രീവിയസ് ഡെറിവേഷൻ. ഒരു മാസ് ഉണ്ട്, ഒരു എക്സ് ആക്സിസിലേക്കൂടെ മൂവ് ചെയ്യുന്നുണ്ട് വിത്ത് എ വെലോസിറ്റി വി എക്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആൻഡ് ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു എ. സോ എൽ എ ഇസ് ആർ ബി. എൽ എ 0 ആയിരിക്കും. സോ എൽ ബി ആണ് കൺസിഡർ ചെയ്യുന്നത്. ബി പോയിന്റിലുള്ള ആംഗുലർ മൊമെന്റം മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ ബിക്കോസ് എ പോയിന്റിലുള്ള ആംഗുലർ മൊമെന്റം ഇസ് 0. നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഡി എൽ എ ഇസ് 0. സോ എൽ ബി വിൽ ബി ഈക്വൽ ടു ആർ ബി ക്രോസ് എം വി. എം വി എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലേക്കാണ്, എക്സ് ആക്സിസിലേക്കാണ്. ആർ ബി എന്ന് പറയുന്നത് എക്സ് ഐ മൈനസ് എൽ ജെ ആണ്. എൽ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. എൽ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. എൽ ജെ ക്രോസ് എം വി എക്സ് ഐ. ഓക്കെ, ഇത് എൽ ബി എന്ന് പറയുന്നത് എം വി എൽ കെ. ഇത് നേരത്തെ ഇക്വേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് എം ബി കെ. ഇനി ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഈ ഒരു സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷൻ ഉണ്ടാവുന്ന കേസിൽ എങ്ങനെയായിരിക്കും? ടോ എന്ന് പറയുന്നത് ആർ ക്രോസ് എഫ് ആണ്. ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ആർ എന്ന് പറയുന്നത് എക്സ് ഐ മൈനസ് എൽ ജെ, എക്സ് ഐ മൈനസ് എൽ ജെ ക്രോസ് എഫ് ഐ ആണ്. എഫ് ഐ എന്ന് പറയുന്നത് മൈനസ് ഡയറക്ഷനിലേക്കാണ്. കാരണം മൂവ്മെന്റ് ഇങ്ങോട്ടേക്കാണെങ്കിൽ ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം മൈനസ് എഫ് ഐ ആണ്. നെഗറ്റീവ് സെഡ് ഡയറക്ഷനിലേക്കാണ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് മൈനസ് എൽ എഫ് കെ എന്ന് കിട്ടും. ടോർക്ക് വിൽ ബി ഈക്വൽ ടു മൈനസ് എൽ എഫ് കെ. അപ്പോൾ എൽ എഫ് കെ എടുത്തു കഴിഞ്ഞാൽ ആംഗുലർ മൊമെന്റം എൽ ബി എം വി എൽ കെ എന്നും ടോ എന്ന് പറയുന്നത് മൈനസ് എൽ എഫ് കെ എന്നും കിട്ടിയിട്ടുണ്ട്. എൽ ബിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം എടുത്താൽ എന്ത് കിട്ടും? ഡി എൽ ബി ബൈ ഡി ടി എടുത്തു കഴിഞ്ഞാൽ എം എൽ ഇൻറ്റു ഡി വി ബൈ ഡി ടി കിട്ടും. ഡി വി ബൈ ഡി ടി ഇൻ ദ ഡയറക്ഷൻ ഓഫ് കെ കിട്ടും. അപ്പം എം ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് എം ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ആണ്, മൈനസ് എഫ് ആണ്. അപ്പൊ മൈനസ് എഫ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് എൽ എഫ് കെ കിട്ടും. ഇത് തന്നെയാണ് നേരത്തെ കിട്ടിയിട്ടുള്ള ടോർക്ക്. ഇതാ നേരത്തെ കിട്ടിയിട്ടുള്ള ടോർക്കാണ് മൈനസ് എൽ എഫ് കെ. സോ ഡി എൽ ബൈ ഡി ടി എന്ന് പറയുന്നത് ഇതാ ഡി എൽ ബൈ ഡി ടി എന്ന് പറയുന്നത് ടോ ആണെന്ന് ഇവിടെ സ്ലൈഡിംഗ് ബ്ലോക്കിന്റെ കേസിൽ പ്രൂവ് ചെയ്തു. ആൻഡ് ഇതേപോലെ തന്നെ കോണിക്കൽ പെൻഡുലത്തിന്റെ കേസിലും ടോർക്ക് എന്താണെന്ന് നോക്കാം. കോണിക്കൽ പെൻഡുലം നേരത്തെ ആംഗുലാർ മൊമെന്റത്തിന്റെ കേസിൽ കോണിക്കൽ പെൻഡുലം പറഞ്ഞിട്ടുള്ളതാണ്. ആൻഡ് ഹിയർ കോണിക്കൽ പെൻഡുലം വാട്ട് വിൽ ബി ദ ബിഹേവിയർ ഓഫ് കോണിക്കൽ പെൻഡുലം വിൽ സീ ദാറ്റ്. കോണിക്കൽ പെൻഡുലത്തിൽ ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ടാവും, എം ജി ആക്ട് ചെയ്യുന്നുണ്ടാവും. ഈ മാസ് എം ആണ്, എം ജി ആക്ട് ചെയ്യുന്നുണ്ടാവും, ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ടാവും. ഇത് പോയിന്റ് എ ആണ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ. സോ there is no vertical acceleration for mass m, bob m. അതായത് ഈ ഒരു ബോബില് വെർട്ടിക്കൽ ആക്സലറേഷൻ ഒന്നും തന്നെ ഇല്ല. അപ്പം ഇതിൽ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം ജി ഇസ് ബാലൻസ്ഡ് ബൈ ടി. ടി ആണ് ടിയുടെ കോസ് ആൽഫ കമ്പോണന്റ്. ഇത് ആൽഫ ആണെങ്കിൽ ടിയുടെ കോസ് ആൽഫ കമ്പോണന്റ് ആണ് എം ജിനെ ബാലൻസ് ചെയ്യുന്നത്. ടീനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസ് ആൽഫ കമ്പോണന്റ് ടി കോസ് ആൽഫ ഈസ് എം ജി. എം ജിനെ ബാലൻസ് ചെയ്യുന്നത് ടി കോസ് ആൽഫ കമ്പോണന്റ് ആണ്. ഇനി ടോർക്ക് എന്ന് പറയുന്നത് ആർ ക്രോസ് എഫ് ആണ്. എഫ്
ഈ കേസിൽ എഫ് എന്താണ്? സർക്കുലാർ മോഷൻ ആണ്. സർക്കുലാർ മോഷനിൽ ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. എഫ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഏതാണ്? ടിയുടെ സൈൻ കമ്പോണന്റ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ന്യൂട്ടൺസ് ലോയിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. സെൻട്രിപെറ്റൽ ഫോഴ്സസ് gives the ടെൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പം എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ടി സൈൻ ആൽഫ ആർ ക്യാപ്. മൈനസ് എന്ന് പറയുന്നത് ഉള്ളിലേക്ക് ആക്ട് ചെയ്യുന്നതാണ്. ഉള്ളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയതുകൊണ്ടാണ് മൈനസ് സൈൻ ഇട്ടിട്ടുള്ളത്. സോ ആർ എന്ന് പറയുന്നത് ആർ ക്യാപ്പ് ആണ്. വെക്ടർ ആർ എന്ന് പറയുന്നത് ആർ ക്യാപ്പ് ആണ്. ഇനി ടോക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോ വിൽ ബി ഈക്വൽ ടു ആർ ക്യാപ്പ് ക്രോസ് മൈനസ് ടി സൈൻ ആൽഫ ആർ ക്യാപ്പ്. ആർ ക്യാപ്പ് ക്രോസ് ആർ ക്യാപ്പ് വന്നു കഴിഞ്ഞു. അപ്പൊ എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ ടോ എ എന്ന് പറയുന്നത് എ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം ടോ എന്ന് പറയുന്നത് 0 ആണ്. കാരണം ആർ ക്യാപ്പ് ക്രോസ് ആർ ക്യാപ്പ് 0 ആണ്. സോ ബൈ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, മൊമെന്റത്തിന് കേസിൽ മൊമെന്റം ഇസ് കൺസേർവ്ഡ്. അതായത് ടോ എന്ന് പറയുന്നത് ഡി എൽ ബൈ ഡി ടി ആണ്. ഡി എൽ ബൈ ഡി ടി ടോ 0 ആണ്, ഡി എൽ ബൈ ഡി ടി എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ എൽ എന്താണ്? എൽ കൺസേർവ്ഡ് ആണ്. അപ്പൊ കോണിക്കൽ പെൻഡുലത്തിലെ കേസിൽ എൽ എ ഇസ് എ കോൺസ്റ്റന്റ്, എൽ എ ഇസ് കൺസേർവ്ഡ്. സോ ടോർക്ക് 0 ആണ്. അതുകൊണ്ട് തന്നെ ആംഗുലാർ മൊമെന്റം 0 ആണ്. ഇനി വേറൊരു പോയിന്റ്, ഒരു ബി പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ടോർക്കും ആംഗുലാർ മൊമെന്റും എന്താകും നോക്കാം. ബി പോയിന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ടോ ബി ഇസ് ഈക്വൽ ടു ആർ ബി ക്രോസ് എഫ്. ആർ ബി ഇവിടെ ടോ ബി ദിസ് വിൽ ബി ഈക്വൽ ടു എൽ കോസ് ആൽഫ. ആർ ബി എന്ന് പറയുന്നത് എൽ കോസ് ആൽഫയാണ്. സോ വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ബി പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗുലാർ മൊമെന്റും ടോർക്കും എന്താകും നോക്കാം. ഇപ്പം ടോ ബി വിൽ ബി ഈക്വൽ ടു ആർ ബി ക്രോസ് എഫ് ആയിരിക്കും. ആർ ബി എന്ന് പറയുന്നത് എൽ കോസ് ആൽഫയാണ്, ക്രോസ് എഫ് എന്ന് പറയുന്നത് ടി സൈൻ ആൽഫയാണ്. ഇത് രണ്ടും ക്രോസ് എടുത്തു കഴിഞ്ഞാൽ ടി കോസ് ആൽഫ ഇസ് എം ജി. നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട് ടി കോസ് ആൽഫ ഇസ് എം ജി. അപ്പം ടോ ബി എന്ന് പറയുന്നത് എന്നാ? ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് എം ജി ബൈ കോസ് ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോ ബി എന്തായിരിക്കും? എം ജി എൽ ഇൻറ്റു സൈൻ ആൽഫ ആയിരിക്കും ടോ ബി. ഓക്കെ, അപ്പം ഡയറക്ഷൻ ഓഫ് ടോ ബി ഈസ് ടാൻജൻഷ്യൽ ടു ദ ലൈൻ ഓഫ് ദ മോഷൻ ഗിവൺ ബൈ ദ യൂണിറ്റ് വെക്ടർ തീറ്റ ക്യാപ്. അപ്പൊ ടോ ബി വെക്ടർ എന്തായിരിക്കും? ടാൻജൻഷ്യൽ ഡയറക്ഷൻ ആണ് എം ജി എൽ സൈൻ ആൽഫ ഇൻറ്റു തീറ്റ ക്യാപ്. ഇതാണ് ടോ ബി. അപ്പൊ നേരത്തെ കിട്ടിയ ടോ വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് എ ടോ കിട്ടിയത് 0 ആണ്. ആ കേസിൽ ലീനിയർ മൊമെന്റം ഇസ് കൺസേർവ്ഡ്. ആൻഡ് ബി പോയിന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് കിട്ടിയ ടോ എന്ന് പറയുന്നത് എം ജി എൽ സൈൻ ആൽഫ തീറ്റ ക്യാപ് ആണ്. അതായത് ടോർക്ക് ഓൺ ദ ഒബ്ജക്ട് എം ഓൺ ദ ബോബ് എം അറ്റ് അബൌട്ട് ദ പോയിന്റ് ബി. അതാണ് ഈ കോണിക്കൽ പെൻഡുലത്തിന്റെ കേസിൽ പറയാനുള്ളത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടോർക്ക് ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ടോർക്ക് ഡ്യൂ ടു ഗ്രാവിറ്റി, ഗ്രാവിറ്റിയിൽ ടോർക്ക് എന്തായിരിക്കും? എം ജി എഫ് എസ് ഈക്വൽ ടു എം ജി കേസിൽ ടോർക്കിന് എന്ത് സംഭവിക്കും? അതാണ് ഇവിടെ പറയാനുള്ളത്. ഇപ്പം സപ്പോസ് ഒരു ഒബ്ജക്റ്റ്, ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, സപ്പോസ് ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിളെ കൺസിഡർ ചെയ്തു. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതിൽ ഒരൊറ്റൊരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്തിട്ട് അതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ആർ ജി ആണ്. അതിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് എം ജി ആണ്. എം ജെ ആണ് അതിന്റെ മാസ്, എം ജെ ജി ആണ് അതിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. സോ ടോർക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടോ ഈസ് ആർ ക്രോസ് എം വി. ഈ ഒരു കേസിൽ ആർ ക്രോസ് എഫ് ആണ്. ആർ ക്രോസ് പി ലീനിയർ മൊമെന്റ് ആംഗുലർ മൊമെന്റ് ആണ്. ആർ ക്രോസ് എഫ് ആണ്. സോ ഈ ഒരൊറ്റൊരു പാർട്ടിക്കിളിന്റെ കേസിൽ ടോ എന്തായിരിക്കും? ടോ ജെ എന്ന് പറയുന്നത് ആർ ജെ ക്രോസ് എഫ് ജെ ആണ്. എഫ് ജെ എന്ന് പറയുന്നത് എം ജെ ജി ആണ്. ഓക്കെ, ഇനി ടോട്ടൽ ടോർക്കിനെ കിട്ടണമെങ്കിൽ സമ്മേഷൻ ടോ ജെ ചെയ്യണം. ജെ ഫ്രം 1 to n. ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ക്യാപിറ്റൽ N ആണ്. സോ ടോ ജെ ഇസ് സിഗ്മ ടോ ജെ ഇസ്
ക്യാപിറ്റൽ ടോ. സോ ഈ ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ദിസ് വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ ആർ ജെ ക്രോസ് എം ജെ ജി. ജെ റൺസ് ഫ്രം 1 to n ആണ്. ഈ എമ്മിനെ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? സിഗ്മ എം ജെ ആർ ജെ ക്രോസ് ജി കിട്ടും. ഓക്കെ, ഡയറക്ഷൻ വേണം, വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ജെ റൺസ് ഫ്രം 1 to n. ജെ റൺസ് ഫ്രം 1 to n. എം ജെ ആർ ജെ ക്രോസ് ജി ആണ്. സോ എം ജെ ആർ ജെ എന്ന് പറയുന്നത് എം ആർ ആണ്. എം ആർ, ക്യാപിറ്റൽ എം ആർ. സിഗ്മ എം ജെ ആർ ജെ എന്ന് പറയുന്നത് എം ആർ ആണ്. സോ എം ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോ വിൽ ബി ഈക്വൽ ടു എം ആർ ക്രോസ് ജി ആയിരിക്കും. എം ആർ ക്രോസ് ജി ആയിരിക്കും. സോ എം ജി ആർ ക്രോസ് എം ജി. ദിസ് വിൽ ബി ഈക്വൽ ടു ആർ ക്രോസ് ഡബ്ല്യു. ടോ വിൽ ബി ഈക്വൽ ടു ആർ ക്രോസ് ഡബ്ല്യു, വെർ ഡബ്ല്യു ഇസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ഹോൾ സിസ്റ്റം. ആ സിസ്റ്റത്തിന്റെ ഹോൾ സിസ്റ്റം ആണ്. അപ്പം ആർ 0 ആണെങ്കിൽ ടോർ 0 ആണ്. സോ ഇൻ ഓർഡർ ടു ബാലൻസ് ദ റിജിഡ് ബോഡി ഓൺ എ ഷാർപ്പ് പോയിന്റർ, അതായത് ഈ ഒരു കേസിൽ ഈ ഒരു പെന്നിനെ ഞാൻ ബാലൻസ് ചെയ്യണമെങ്കിൽ പെന്നിന്റെ സെന്റർ ഓഫ് മാസിൽ വേണം ആ ബാലൻസിങ് പോയിന്റ് വെക്കാൻ. അതാണ് ഇവിടെ പറയുന്നത്. ആറ് കുറയും തോറും ടോ കുറയും, ഇതിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള കഴിവ് കുറയും. ഞാനിപ്പം ഈ ഒരു പെന്ന് ഇവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങോട്ട് താഴേക്ക് വീണു പോകും. പക്ഷെ സെന്റർ ഓഫ് മാസിലാണെങ്കിലോ ആ പെന്ന് കറക്റ്റ് പൊസിഷനിൽ തന്നെ എൻ്റെ ഫിംഗറിൽ തന്നെ നിൽക്കും. സോ അതാണ് ആറ് ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് മാസ് കുറയുന്നതിനനുസരിച്ച് ടോ കുറയും. അപ്പം 0 ആണെങ്കിൽ ടോ 0 ആയിരിക്കും. സെന്റർ ഓഫ് മാസിലാണ് പിവോട്ടിംഗ് പോയിന്റ് എങ്കിൽ ആ ടോർക്ക് 0 ആയിരിക്കും. സോ ഇത് ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, ഒരു എം ജി ഹോൾ സിസ്റ്റമായി ആക്ട് ചെയ്ത് കഴിഞ്ഞ് ടോ വിൽ ബി ഈക്വൽ ടു ആർ ക്രോസ് ഡബ്ല്യു, വെർ ഡബ്ല്യു ഇസ് ദ വെയിറ്റ് ഓഫ് ദ ഹോൾ സിസ്റ്റം. സോ നെക്സ്റ്റ് എന്ന് പറയാനുള്ളത് മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ കുറിച്ചാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെയിം ആസ് മാസ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇറ്റ് ഈസ് എ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് എന്ന് പറയാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഐ ഇസ് ഇന്റഗ്രൽ ആർ സ്ക്വയർ ഡി എം. സോ ഒരു സിമ്പിൾ സിസ്റ്റത്തിന്റെ, 2-3 സിമ്പിൾ സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ സിലബസിലുണ്ട്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് സർക്കുലർ തിൻ റിംഗ്. അപ്പം മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ആ ഒരു സിസ്റ്റത്തിന്റെ ചെറിയൊരു മാസ് ഡി എം മാസ് കൺസിഡർ ചെയ്യണം. ആ ഡി എം മാസിൽ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. അതിനുശേഷം അത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പറ്റും. സോ വിൽ സ്റ്റാർട്ട് ലൈക്ക് ദാറ്റ്. സോ ഒരു റിംഗ് എടുക്കുക. ആ ഒരു റിംഗിന്റെ മാസ് എം ആണ്, റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്, മാസ് എമ്മും ക്യാപിറ്റൽ ആറും ആണ്. സോ സർക്കംഫറൻസ് എന്തായിരിക്കും? 2πr ആയിരിക്കും ടോട്ടൽ സർക്കംഫറൻസ്. സോ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ റിംഗ് എന്തായിരിക്കും? മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് m/2πr ആയിരിക്കും. ഓക്കെ, m/2πr. ഇനി ഒരു ചെറിയൊരു ലെങ്ത് കൺസിഡർ ചെയ്തു, ഒരു ഡി എസ് ലെങ്ത്, ഇവിടെ ഒരു ഡി എസ് ലെങ്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മാസ് ഓഫ് ദ ഡി എസ് ലെങ്ത് എന്തായിരിക്കും? മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ഡി എസ് ആയിരിക്കും. മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ഡി എസ് ആയിരിക്കും ഈ ഒരു ഡി എസിന്റെ മാസ്. അതാണ് ഡി എം. അപ്പോൾ ഡി എം കിട്ടി. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇക്വേഷൻ എന്താണ്? ഡി ഐ എന്ന് പറയുന്നത് ആർ സ്ക്വയർ ഡി എം ആണ്. ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇന്റഗ്രേറ്റിംഗ് ദിസ് ആർ സ്ക്വയർ ഡി എം ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഐ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടും. അപ്പം മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? ദിസ് വിൽ ബി ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു ഡി എം എന്ന് പറയുന്നത് m/2πr ടി എസ് ആണ്. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യൽ എളുപ്പമുള്ള കാര്യമാണ്. ഇതാ, അപ്പം ആർ സ്ക്വയർ ഡി എം, ഇന്റഗ്രൽ ആർ സ്ക്വയർ ഡി എം, ഒരു ആറ് ക്യാൻസലായി. ഇന്റഗ്രേറ്റിംഗ് ഇറ്റ് ഇസ് ഇന്റഗ്രേറ്റിംഗ് ഫ്രം 0 to 2πr. ടോട്ടൽ ലെങ്ത് 2πr ആണ്. അപ്പോൾ 0 to 2πr ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇന്റഗ്രൽ mr/2π ds ആണ്. ഇന്റഗ്രൽ 0 to 2πr. ഇതിന്റെ വാല്യൂ എത്രയാണ്? ആർ ഡി എസിന്റെ വാല്യൂ ഇന്റഗ്രൽ ഡി എസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ
എസ് ആണ്. സോ എസിന് ലിമിറ്റ് കൊടുക്കുന്നു. 2πr കൊടുത്തു കഴിഞ്ഞാൽ mr/2π ഇൻറ്റു 2πr വരും. അപ്പം 2 ക്യാൻസൽ. സോ റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് mr² ആണ്. I of ring is circular thin ring is mr². നെക്സ്റ്റ് ഒരു തിൻ ഡിസ്ക് ആണ്. റിങ് കൺസിഡർ ചെയ്ത പോലെ തന്നെ ഡിസ്കിനും മാസ് എം ആണ്, റേഡിയസ് ആർ ആണ്. സോ ഏരിയ ഓഫ് ദ റിങ്, ഏരിയ ഓഫ് ദ ഡിസ്ക് എന്തായിരിക്കും? ഏരിയ വിൽ ബി πr² ആൻഡ് ഏരിയ മാസ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് m/πr² ആയിരിക്കും. ഓക്കെ, മാസ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് m/πr² ആയിരിക്കും. ഇനി ഈ ഒരു റിങ്ങിന്റെ മുകളിൽ, ഈ ഒരു ഡിസ്കിന്റെ മുകളിൽ ഒരു ചെറിയൊരു റിങ് കൺസിഡർ ചെയ്യും. റിങ്ങിന്റെ റേഡിയസ് സ്മോൾ ആർ ആണ്. സ്മോൾ ആർ റേഡിയസും തിക്നെസ് ഒരു dr തിക്നെസ്സും ഉള്ളൊരു റിങ് കൺസിഡർ ചെയ്യും. ആ റിങ്ങിന്റെ മാസ് എത്രയായിരിക്കും? ഏരിയ എന്തായിരിക്കും? ഏരിയ എന്ന് പറയുന്നത് 2πr ഇൻറ്റു dr ആയിരിക്കും അതിന്റെ ഏരിയ. ഈ ഒരു റിങ്ങിന്റെ ചെറിയൊരു ആ സെഗ്മെന്റ് ഓഫ് റിങ്ങിന്റെ ഏരിയ എന്ന് പറയുന്നത് 2πr ഇൻറ്റു dr ആയിരിക്കും. ആ കറസ്പോണ്ടിങ് റിങ്ങിന്റെ മാസ് എന്ന് പറയുന്നത് dm വിൽ ബി മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ആ ഏരിയ ആയിരിക്കും. m/πr². this will be equal to m/πr² ഇൻറ്റു 2πr dr ആയിരിക്കും. ഓക്കെ, ഇനി dm കിട്ടിക്കഴിഞ്ഞാൽ I കണ്ടുപിടിക്കാം. I is integral r² dm. this will be equal to integral r² dm ആയിരിക്കും. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? r² ഇൻറ്റു m ഇൻറ്റു 2πr/πr² dr. അപ്പം 2π ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഫ്രം 0 ടു ക്യാപിറ്റൽ R ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ആറിന്റെ വാല്യൂ വേരീസ് ഫ്രം 0 ടു ക്യാപിറ്റൽ R. അപ്പൊ 0 ടു ക്യാപിറ്റൽ R ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? r³ dr ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇന്റഗ്രൽ r³ dr എന്ന് പറയുന്നത് r⁴/4 ആണ്. ഓക്കെ, r⁴/4 ആണ്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ I എന്ന് പറയുന്നത് വാല്യൂ എത്ര കിട്ടും? 2m/r² ഇൻറ്റു r⁴/4 ഫ്രം 0 ടു R. ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു r² ക്യാൻസൽ ആവും. അപ്പൊ എത്ര കിട്ടും? mr²/2. അപ്പം യൂണിഫോം തിൻ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് mr²/2 ആണ്. റിങ്ങിന്റെ കേസിൽ mr² ആണ്, ഡിസ്കിന്റെ കേസിൽ mr²/2 ആണ്. ഇനിയുള്ളത് യൂണിഫോം തിൻ റോഡ് ആണ്. റോഡിന്റെ കേസിൽ രണ്ട് കേസ് വരുന്നുണ്ട്. രണ്ട് കേസിൽ ആക്സിസ് മാറുന്തോറും മൊമെന്റ് ഓഫ് ഇനേഷ്യ മാറും. നേരത്തെ പറഞ്ഞു, ഒറിജിൻ മാറുമ്പോൾ. ഫസ്റ്റ് ആക്സിസ് എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ റോഡ് ആണ്. ഇതാണ് റോഡിന്റെ ലെങ്ത് L ആണ്. സോ ഇത് L/2, ഇത് -L/2, ഇത് L/2, ഇത് 0 ആണ്. ഈ ഒരു റോഡിന്റെ യൂണിഫോം തിൻ റോഡിന്റെ മിഡ് പോയിന്റിലേക്കൂടെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഉണ്ടാകുന്നത് m/L ആണ് മാസ് പെർ യൂണിറ്റ് ലെങ്ത്. സോ ഒരു ചെറിയൊരു dx സെഗ്മെന്റ് കൺസിഡർ ചെയ്യുന്നു, വിച്ച് ഇസ് x ഡിസ്റ്റൻസ്. ഇതൊരു dx സെഗ്മെന്റ് ആണ്, x ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ. സോ ഈ ഒരു x ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിനിലെ dx സെഗ്മെന്റിന്റെ മാസ് എന്തായിരിക്കും? dm എന്ന് പറയുന്നത് m/L ഇൻറ്റു dx ആയിരിക്കും. ഇനി di എന്ന് പറയുന്നത് x² dm ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് I കിട്ടും. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ x² ഇൻറ്റു m/L dx ആണ്. x² dx എന്ന് പറയുന്നത് ഫ്രം -L/2 ടു L/2 ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, -L/2 ടു L/2. സോ x² ഇൻറ്റു m/L ഇൻറ്റു dx. സോ x² dx ന്റെ ഇന്റഗ്രൽ എന്താണ്? ഇന്റഗ്രൽ x² dx ഈസ് x³ 3. സോ I എന്ന് പറയുന്നത് എന്താവും? m/L ഇൻറ്റു x³ 3 ഫ്രം -L/2 ടു L/2.
മൈനസ് എൽ ബൈ ടു മുതൽ എൽ ബൈ ടു വരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ഐ ആസ് ml²/12. സോ ഒരു യൂണിഫോം തിൻ റോഡിന്റെ മിഡ് പോയിന്റിലേക്കൂടെയുള്ള ഒരു ആക്സിസ് വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദ റോഡ്, ആ റോഡിലെ ആ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്താൽ ml²/12 ആയിരിക്കും ആൻസർ. സോ വേറൊരു കേസ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ആക്സിസ് അറ്റ് വൺ എൻഡ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ സ്റ്റിക്ക് ആണ്. നേരത്തെ ആക്സിസ് വരച്ചത് ഇവിടെയാണ്, ഇപ്പൊ ആക്സിസ് ഇവിടെയാണുള്ളത്. ഓക്കെ, ഇത് 0 ആയി എടുത്തു. അപ്പം റോഡിന്റെ ലെങ്ത് L ആണ്. സെയിം ആസ് ബിഫോർ പ്രീവിയസ് സെക്ഷനിൽ ചെയ്ത പോലെ തന്നെ ഒരു dx സെഗ്മെന്റ് എടുക്കും വിച്ച് ഇസ് എക്സ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ. മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് m/l ആണ്. ഈ ഒരു സെഗ്മെന്റിന്റെ മാസ് എന്ന് പറയുന്നത് dm is dx into m/l ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യാം. x² dx-നെ ഇന്റഗ്രേറ്റ് ചെയ്യാം. x² dm-നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇന്റഗ്രൽ x² into m/l dx. പക്ഷെ വ്യത്യാസം എവിടെയാന്ന് വെച്ചാൽ ഇതിന്റെ ലിമിറ്റിലാണ് വ്യത്യാസം വരുന്നത്. ഇത് 0 to L ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ നേരത്തെ ഇന്റഗ്രേറ്റ് ചെയ്തത് -L/2 to L/2 ആണ് ഇന്റഗ്രേറ്റ് ചെയ്തത്. ലിമിറ്റ് അപ്പം ഇത് 0 to L ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടെങ്കിൽ, നേരത്തെ നടുക്കായത് കൊണ്ട് തന്നെ -L/2 to L/2 ആണ് ഇന്റഗ്രേറ്റ് ചെയ്തത്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ ml²/3 എന്ന് കിട്ടും. ഓക്കെ, നേരത്തെ ml²/12 ആയിരുന്നു, ഇപ്പൊ ml²/3 എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് ആയിട്ട് ഈ ഒരു പോർഷനിൽ ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത് യൂണിഫോം സോളിഡ് സ്ഫിയർ ആണ്. ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യുക. സ്ഫിയറിന്റെ റേഡിയസ് r ആണ്, മാസ് m ആണ്. സോ വോളിയം ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ എന്ന് പറയുന്നത് m/v ആണ്. മാസ് പെർ വോളിയം ആണ്. മാസ് ബൈ 4/3 πr³. ഓക്കെ, ഇതാണ് ഡെൻസിറ്റി. ഇനി ഒരു സ്മോൾ ഡിസ്ക് കൺസിഡർ ചെയ്യുക. ഈ സ്ഫിയറിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഡിസ്ക് കൺസിഡർ ചെയ്യുക. ഡിസ്കിന്റെ റേഡിയസ് എത്രയാണ്? റേഡിയസ് x ആണ്. ആൻഡ് തിക്നെസ് എന്ന് പറയുന്നത് dx ആണ്. സോ മാസ് ഓഫ് ദ സ്മോൾ ഡിസ്ക് എന്താണ്? dm എന്ന് പറയുന്നത് റോ dv ആണ്. ഓക്കെ, റോ dv ആണ്. റോ എന്ന് പറയുന്നത് v എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ്. റോ എന്ന് പറയുന്നത് 4/3 πr³ ആണ്. സോ I is x² dm. I is integral x² dm. dm എന്ന് പറയുന്നത് ഇന്റഗ്രൽ x² റോ dv. ഈ ഒരു ഡിസ്കിന്റെ വോളിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം റോ dv എന്ന് പറയുമ്പോൾ this will be equal to dv will be equal to πx² dx. അതായത് x ആണ് ഇതിന്റെ റേഡിയസ് ആൻഡ് dx ആണ് തിക്നെസ്. സോ the volume will be x² dx. πx² dx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ I will be equal to ഇന്റഗ്രൽ റോ πx⁴ dx ആയിരിക്കും. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എവിടെ മുതലാ? ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് -r to ക്യാപിറ്റൽ R ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ -r ആണ്, ഇവിടെ r ആണ്, ഇവിടെ r ആണ്, ഇവിടെ -r ആണ്. സോ -r to ക്യാപിറ്റൽ +r വരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. x⁴ dx-നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x⁵/5 കിട്ടും. അപ്പം റോ π/5 into x⁵ ഫ്രം -r to +r. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര കിട്ടും? റോന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റോന്റെ വാല്യൂ എന്ന് പറയുന്നത് m/4/3 πr³ ഇൻറ്റു ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു π ഉണ്ട്, x⁵ 2 r⁵5 വരും. അപ്പം ആൻസർ എത്ര? ആൻസർ വരുന്നത് 2/5 π ക്യാൻസൽ ചെയ്ത് പോവും, r³ r⁵5 ക്യാൻസൽ ചെയ്ത് r² ആവും, 5 ഉണ്ടാവും. അപ്പം 2/5 mr² ആണ് സ്ഫിയറിന്റെ, യൂണിഫോം സോളിഡ് സ്ഫിയറിന്റെ I എന്ന് പറയുന്നത്. ഓക്കെ,
യൂണിഫോം സോളിഡ് സ്ഫിയർ ഇസ് 2/5 mr square. ഇനി പാരലൽ ആക്സിസ് തിയറം ആണ് പഠിക്കാനുള്ളത്. പാരലൽ ആക്സിസ് തിയറം എന്ന് വെച്ചാൽ പാരലൽ ആക്സിസ് തിയറം ഒരു ആക്സിസിലേക്കുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനുള്ള ഒരു തിയറാണ് പാരലൽ ആക്സിസ് തിയറം. ഇവിടെ which is ഒരു ആക്സിസ്, കൺസിഡർ ആൻ ആക്സിസ് which is parallel to the സെൻട്രോയിഡ് ആക്സിസ്, അതായത് സെന്റർ ഓഫ് മാസിലെ കടന്നു പോകുന്ന ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസിന് അബൌട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് I is equal to I0 plus ml square. L എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡ് ആക്സിസും ഈ കണ്ടുപിടിക്കാനുള്ള ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് L. I0 എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ സെൻട്രോയിഡ് ആക്സിസ്. ആൻഡ് I എന്ന് പറഞ്ഞാൽ I ആണ് കണ്ടുപിടിക്കാനുള്ളത്, അതായത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ആൻ ഒബ്ജെക്ട് അബൌട്ട് ദ ആക്സിസ് പാരലൽ ടു ദ സെൻട്രോയിഡ് ആക്സിസ്. ഏത് ആക്സിസിന് അബൌട്ട് ആണോ കണ്ടുപിടിക്കാനുള്ളത് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് I. സോ I0 എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡ് ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. ml സ്ക്വയർ ഇസ് L എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ആക്സിസ് ആണ്. സോ ഒരു യൂണിഫോം റോഡിന്റെ കേസിൽ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മ ഇതാ ആക്സിസ് അറ്റ് വൺ എൻഡ് പെർപെൻഡിക്കുലർ ടു ദ സ്റ്റിക്ക്. ഈ കേസിൽ ഇതിൽ ml സ്ക്വയർ ബൈ 3 ആണ് ആൻസർ കിട്ടിയത്. അപ്പം പാരലൽ ആക്സിസ് തിയറം വഴി സെയിം ആൻസർ കിട്ടുന്നുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇതാണ് സെൻട്രോയിഡ് ആക്സിസ്. ഇതാണ് സെൻട്രോയിഡ് ആക്സിസേക്കുള്ള I0 എന്താണ്? I0 is ml square by 12. നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്, ml square by 12. സോ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L/2 ആണ്. L എന്ന് പറയുന്നത് L/2 ആണ്. അപ്പൊ I will be equal to ml square by 12 plus m into L/2 the whole square. ആൻസർ എത്ര വരും? ഇത് ആൻസർ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ml square by 3 ആൻസർ കിട്ടും. I will be equal to ml square by 3 which we got same as before. നേരത്തെ കണ്ടുപിടിച്ച അതേ ആൻസർ തന്നെയാണ് പാരലൽ ആക്സിസ് തിയറം വഴിയും നമുക്ക് കിട്ടുന്നത്. അപ്പം പാരലൽ ആക്സിസ് തിയറം വഴി ഏതെങ്കിലും ഒരു ഡിസ്കിന്റെയോ റിങ്ങിന്റെയോ ഏതെങ്കിലും ഒന്നിന്റെ പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് വഴിയിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്യുവർ റൊട്ടേഷൻ ആണ്. പ്യുവർ റൊട്ടേഷന്റെ കേസിൽ ഇക്വേഷൻസ് ഉണ്ട്. L is I omega, I is moment of inertia, omega is angular displacement. ടോ എന്ന് പറയുന്നത് I ആൽഫ എന്ന് പറയുന്നത് ഒമേഗ is angular displacement, ആൽഫ എന്ന് പറയുന്നത് angular acceleration. സോ L എന്ന് പറയുന്നത് ആംഗുലർ മൊമെന്റം is moment of inertia into angular displacement. ടോ എന്ന് പറയുന്നത് moment of inertia into angular acceleration. K എന്ന് പറയുന്നത് ഹാഫ് I ഒമേഗ സ്ക്വയർ. ഇത് സിമിലർ ടു അനലോഗസ് ടു ട്രാൻസ്ലേഷൻ ആണ്. ട്രാൻസ്ലേഷന്റെ കേസിൽ P എന്താണ്? P is mv, F is ma and K is half mv square. സെയിം ആണ്. ഐക്ക് പകരം m ഉപയോഗിക്കുന്നു, വിക്ക് പകരം ആംഗുലർ വെലോസിറ്റി ആണ് ഒമേഗ. ആംഗുലർ വെലോസിറ്റി ആണ്, മാറിപ്പോയതാണ്. ആംഗുലർ വെലോസിറ്റി. സോ എക്ക് പകരം ആംഗുലർ ആക്സലറേഷൻ ആൽഫ, വിക്ക് പകരം ആംഗുലർ വെലോസിറ്റി ആൻഡ് എമ്മിന് പകരം മൊമെന്റ് ഓഫ് ഇനേഷ്യ. സെയിം ആണ്, രണ്ട് ഇക്വേഷനും സെയിം ആണ്. ജസ്റ്റ് ഒന്ന് ആ ഐന്റെയും ഒമേഗയുടെയും വാല്യൂ ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി. സോ ആറ്റൂഡ് മെഷീനിൽ മാസീവ് പുള്ളി, ന്യൂട്ടൺസ് ലോ പ്രകാരം ആറ്റൂഡ് മെഷീൻ നമ്മൾ കണ്ടുപിടിച്ചത് മാസ്ലെസ് പുള്ളിയാണ് അവിടെ കൺസിഡർ ചെയ്തത്. പക്ഷെ ഈ ഒരു കേസിൽ ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു മാസീവ് പുള്ളി ആറ്റൂഡ് മെഷീനിൽ ആക്സിലറേഷൻ എന്തായിരിക്കും നോക്കാം. ഇതൊരു ഫസ്റ്റ് ഒബ്ജക്ട്, സെക്കൻഡ് ഒബ്ജക്ട്, ഇത് m1 ആണ്, ഇത് m2 ആണ്. ഇനി മാസ് ഓഫ് ദ പുള്ളി mp ആയിട്ട് എടുക്കുന്നത്. അപ്പൊ വെയിറ്റ് ഓഫ് ദ പുള്ളി താഴേക്ക് ഉണ്ടാവും, mpg താഴേക്ക് വെയിറ്റ് ഓഫ് ദ പുള്ളി ആക്ട് ചെയ്യും. സോ
സിമിലർ സെയിം ആസ് ബിഫോർ, നേരത്തെ ചെയ്ത പോലെ തന്നെ, കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ F1 എന്ന് പറയുന്നത് T1 മൈനസ് M1G ആണ്. T1 ഉണ്ടാവും, T2 ഉണ്ടാവും. ഓക്കെ, അതായത് M1A വിൽ ബി ഈക്വൽ ടു T1 മൈനസ് M1G. സെക്കൻഡ് ഇതേപോലെ തന്നെ സിമിലർലി ഫോർ ദ സെക്കൻഡ് വൺ M2A വിൽ ബി ഈക്വൽ ടു T2 മൈനസ്, പക്ഷെ സെക്കൻഡിന്റെ കേസിൽ ഒരു വ്യത്യാസം വരുന്നത് എവിടെയാന്ന് വെച്ചാൽ M2G മൈനസ് T2 ആയിരിക്കും. കാരണം താഴേക്കാണ് പോകുന്നത്, M2G ആണ് കൂടുതൽ, T2 കുറവാണ്. അപ്പം M2G മൈനസ് T2 ആയിരിക്കും ടോട്ടൽ ഫോഴ്സ്, അതായത് M2A. രണ്ട് ഇക്വേഷനും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് M1 പ്ലസ് M2A വിൽ ബി ഈക്വൽ ടു T1 മൈനസ് T2 പ്ലസ് M2 മൈനസ് M1G എന്ന് കിട്ടും. ഇതൊരു തേർഡ് ഇക്വേഷൻ ആയിട്ട് സപ്പോസ് ചെയ്യുക. ഓക്കെ, തേർഡ് ഇക്വേഷൻ ആയിട്ട് എഴുതുക. ഇനി ടോർക്ക് ആക്ടിങ് ഓൺ ദ പുള്ളി എന്ന് പറയുന്നത്, പുള്ളിയിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് R ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ് ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് R എന്ന് പറയുന്നത് പുള്ളിയുടെ റേഡിയസ് ആണ്. ടോർക്ക് ഓൺ ദ പുള്ളി എന്ന് പറയുന്നത് റേഡിയസ് ഇൻറ്റു ഇതിന്റെ ഫോഴ്സ്, അതായത് പെർപെൻഡിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത് T1 മൈനസ് T2 ആണ്. അവിടെ വേറെ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല, ടെൻഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ടെൻഷന്റെ ഡിഫറൻസ് ആണ് ആ ടോട്ടലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. സോ R ഇൻറ്റു T1 മൈനസ് T2 ആണ് ടോർക്ക് ഓൺ ദ പുള്ളി. ഇതൊരു ഇക്വേഷൻ A ആയി എടുക്കുക. ഇനി വേറൊരു ഇക്വേഷൻ ടോ ഈസ് ഐ ആൽഫ. രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? I alpha is equal to R into T1 minus T2 കിട്ടും. അപ്പം T1 minus T2 എന്താണ്? I alpha by R. Okay, T1 minus T2 is I alpha by R. I alpha by R കിട്ടി. ഇനി ഈ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ എന്ന് പറയുന്നത് A by R ആണ്. where A is the acceleration and alpha is the angular acceleration. ആൽഫക്ക് A by R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ I into A by R സ്ക്വയർ കിട്ടും T1 മൈനസ് T2. നേരത്തെ എഴുതി വെച്ച ഒരു ഇക്വേഷൻ ഉണ്ട്, രണ്ട് ഇക്വേഷനും ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇതിലേക്ക് T1 മൈനസ് T2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് M1 plus M2 into A will be equal to IA by R square plus M2 minus M1 into G. ഇതൊരു വേറൊരു ഇക്വേഷൻ ആയി എടുക്കുക. ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ പുള്ളീനെ ഇവിടെ ഒരു ഡിസ്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് പുള്ളീനെ. അപ്പം പുള്ളിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? I will be mr square by 2 where m is the mp എടുക്കുക. ഓക്കെ, mp is the mass of the pulley and r is the radius of the pulley. So I എന്ന് പറയുന്നത് mr square by 2 ആണ്. I by r square is m by 2. So ഈ ഒരു ഇക്വേഷനിൽ I by r സ്ക്വയറിന് m by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ m1 plus m2 into a will be equal to m by 2 mp ആണ്. mp by 2 into a plus m2 minus m1 g കിട്ടും. ഇതിനെ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ A പുറത്തെടുക്കുക. അപ്പം M1 plus M2 minus MP by 2 will be equal to M2 minus M1 into G. അപ്പം എയർ ഇക്വേഷൻ എന്തായിരിക്കും? ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എയർ ഇക്വേഷൻ കിട്ടും. എയർ ഇക്വേഷൻ കാണലാണ് ഇവിടുത്തെ പ്രോബ്ലം. സോ A will be equal to M2 minus M1 G by M1 plus M2 minus MP by 2. ഇതാണ് ആക്സിലറേഷൻ. ആറ്റ്വുഡ് മെഷീന്റെ ആക്സിലറേഷൻ ഇഫ് ദ പുള്ളി ഈസ് മാസീവ് പുള്ളിയുടെ കേസിൽ ആറ്റ്വുഡ് മെഷീന്റെ ആക്സിലറേഷൻ ആണ് ഇത്. സോ സിമിലർലി സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിലും ഇതേപോലെ അപ്ലൈ ചെയ്ത് സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡും ഡിസ്പ്ലേസ്മെന്റിന്റെ പൊസിഷന്റെ ഇക്വേഷനും കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഒരു സിമ്പിൾ പെൻഡുലം കൺസിഡർ ചെയ്യുക. ഒരു സിമ്പിൾ പെൻഡുലം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? ടോർക്ക് എന്തായിരിക്കും? ടോർക്ക് എന്ന് പറയുന്നത്
tau will be equal to L sin phi x minus mg ആയിരിക്കും. And that is minus mgl sin phi ആയിരിക്കും. ഓക്കെ, മൈനസ് mgl sin phi ആണ് സിമ്പിൾ പെൻഡുലത്തിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക്. ഇതെന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എൽ സൈൻ ഫൈ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ഇതാണ് ഫൈ. ഓക്കെ, എൽ സൈൻ ഫൈ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും എം ജി എന്ന് പറയുന്നത് ഫോഴ്സും ആണ്. എം ജി താഴേക്ക് ആക്ട് ചെയ്യുന്നു. സോ ഇറ്റ് ഇസ് ദർ ഇസ് എ മൈനസ് സൈൻ. ദാറ്റ് ഇസ് മൈനസ് എം ജി എൽ സൈൻ ഫൈ. ഇനി ഫൈ വളരെ ചെറുതാണെങ്കിൽ, ഒരു സ്മോൾ ഓസിലേഷൻ ആണെന്ന് വിചാരിക്കും, ഫൈ വളരെ ചെറുതാണെങ്കിൽ സൈൻ ഫൈ ഈസ് അപ്രോക്സിമേറ്റ്ലി ടേക്കൺ ആസ് ഫൈ. സൈൻ ഫൈനെ ഫൈ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ടോ എങ്ങനെ മാറും? മൈനസ് എം ജി എൽ ഫൈ. മൈനസ് എം ജി എൽ ഫൈ കിട്ടും. ടോ എന്ന് പറയുന്നത് ഐ ആൽഫയാണ്. ഐ ആൽഫ. ആൽഫ ഈസ് ഡി സ്ക്വയർ ഫൈ ബൈ ഡി ടി സ്ക്വയർ. ഫൈ ആണ് ഇവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഡി സ്ക്വയർ ഫൈ ബൈ ഡി ടി സ്ക്വയർ, ദാറ്റ് ഈസ് ഫൈ ഡബിൾ ഡോട്ട്. അപ്പം ടോനെ എങ്ങനെ എഴുതാൻ പറ്റും? ഐ ഇൻറ്റു ഫൈ ഡബിൾ ഡോട്ട്. അപ്പോ ഐ ഇൻറ്റു ഫൈ ഡബിൾ ഡോട്ട് എന്ന് ടോനെ എഴുതാൻ പറ്റുമെങ്കിൽ ഐ ഇൻറ്റു ഫൈ ഡബിൾ ഡോട്ട് വിൽ ബി ഈക്വൽ ടു മൈനസ് എം ജി എൽ ഫൈ. ഫൈ ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് മൈനസ് എം ജി എൽ ബൈ ഐ ഇൻറ്റു ഫൈ ആയിരിക്കും. ഇതിനെ തിരിച്ചിങ്ങോട്ടേക്ക് എടുക്കുന്ന സമയത്ത് ഫൈ ഡബിൾ ഡോട്ട് പ്ലസ് എം ജി എൽ ബൈ ഐ ഫൈ വിൽ ബി ഈക്വൽ ടു 0. ഇതാണ് ഫേമസ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ. ഇതിൽ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് എം ജി എൽ ബൈ ഐ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എം ജി എൽ ബൈ ഐ. ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ ടൈം പീരീഡ് കണ്ടുകൂടെ? ഓക്കെ, ദാ ഒമേഗ സ്ക്വയർ ഈസ് എം ജി എൽ ബൈ ഐ. ഒമേഗ ഈസ് റൂട്ട് ഓഫ് എം ജി എൽ ബൈ ഐ. ഒമേഗ എന്ന് പറയുന്നത് എന്താ? 2π അല്ലെങ്കിൽ 2π ബൈ ടി. ഒമേഗ ഈസ് 2π ബൈ ടി. അപ്പൊ ടൈം പീരീഡ് എന്തായിരിക്കും? ടൈം പീരീഡ് വിൽ ബി ഈക്വൽ ടു 2π ബൈ ഒമേഗ. 2π ഇൻറ്റു റൂട്ട് ഓഫ് ഐ ബൈ എം ജി എൽ ആയിരിക്കും. ഓക്കെ, ഐക്ക് എം എൽ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എം ഇൻറ്റു എൽ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൽ പോയി, എം പോയി. ദിസ് വിൽ ബി 2π റൂട്ട് ഓഫ് എൽ ബൈ ജി. ടി വിൽ ബി, ദ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ വിൽ ബി 2π റൂട്ട് ഓഫ് എൽ ബൈ ജി. അതാണ് സിമ്പിൾ പെൻഡുലത്തിന്റെ മുന്നേ പഠിച്ചു വരുന്ന ഇക്വേഷൻ. 2π റൂട്ട് ഓഫ് എൽ ബൈ ജി. 1/t എടുത്തു കഴിഞ്ഞാൽ ഫ്രീക്വൻസിയും കിട്ടും. സോ നേരത്തെ ഇക്വേഷൻ കിട്ടിയത് ഫൈ ഡബിൾ ഡോട്ട്. ഫൈ ഡബിൾ ഡോട്ട് പ്ലസ് എം ജി എൽ ബൈ ഐ ഫൈ ഇസ് ഈക്വൽ ടു 0 എന്നാണ്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈയുടെ വാല്യൂ കിട്ടും. ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈ വിൽ ബി ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ബി cos omega t, where omega is root of mgl by I. ഇതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റിയും ഫൈ ഡോട്ടും, ആൻഡ് രണ്ടാമതും സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഫൈ ഡബിൾ ഡോട്ടും കിട്ടും, വിച്ച് ഇസ് ദ ആംഗുലാർ ആക്സിലറേഷൻ. ആംഗുലാർ ആക്സിലറേഷനും ആംഗുലാർ വെലോസിറ്റിയും കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിൾ പെൻഡുലം പോലെ തന്നെ വേറൊന്നാണ് കോമ്പൗണ്ട് പെൻഡുലം. കോമ്പൗണ്ട് പെൻഡുലം എന്ന് വെച്ചാൽ ഒരു റിജിഡ് ബോഡിയാണ്. ഇറ്റ് ഈസ് എ റിജിഡ് ബോഡി ഹാവിങ് എനി ഷേപ്പ്. ഏത് ഷേപ്പും ആവട്ടെ വിച്ച് ഇസ് അലൗഡ് ടു ഓസിലേറ്റ് എബൌട്ട് എ പിവോട്ട് പോയിന്റ് അതർ ദാൻ ദ സെന്റർ ഓഫ് മാസ്. ഏതെങ്കിലും ഒരു ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ്, ഇറ്റ് ഈസ് അലൗഡ് ടു പിവോട്ട് ഓൺ എ പോയിന്റ് which is other than the center of mass. Center of mass കൂടാതെ വേറെ ഏതെങ്കിലും പോയിന്റിൽ പിവോട്ട് ചെയ്ത് ഓസിലേറ്റ് ചെയ്യുന്ന ഒരു ബോഡീനെ ഫിസിക്കൽ പെൻഡുലം അല്ലെങ്കിൽ കോമ്പൗണ്ട് പെൻഡുലം എന്ന് വിളിക്കും. ഈ ഒരു കോമ്പൗണ്ട് പെൻഡുലത്തിന്റെ കേസിൽ ഒമേഗ എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാം. ഡെറിവേഷൻ ഉണ്ട്, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. സോ ഇവിടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്
കൺസിഡർ ചെയ്യുന്നത്. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇസ് ഗിവൺ ബൈ റൂട്ട് ഓഫ് I0 ബൈ എം. റൂട്ട് ഓഫ് I0 ബൈ എം ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ തന്നിട്ടുള്ളത്. അപ്പം I0 ഈസ് mk². ഓക്കെ, I0 ഈസ് mk². ഫിസിക്കൽ പെൻഡുലം പോലെ തന്നെ, സാധാ സിമ്പിൾ പെൻഡുലം പോലെ തന്നെ ഫിസിക്കൽ പെൻഡുലം SHM എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ SHM എക്സിക്യൂട്ട് ചെയ്യുന്ന എല്ലാത്തിനും ഈ ഒരു ഇക്വേഷനിൽ എഴുതാൻ പറ്റും. Phi double dot is mgl by I. Phi is equal to 0. Omega square is mgl by I. Iക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ mgl by mk². ക്യാൻസൽ ആയി. അപ്പം ഒമേഗ വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് GL by k² എന്ന് കിട്ടും. ഒമേഗ വിൽ ബി റൂട്ട് ഓഫ് G/L by k². വേറൊരു കേസിൽ ഇപ്പോ I എന്ന് പറഞ്ഞാൽ പാരലൽ ആക്സിസ് തിയറം പ്രകാരം I0 പ്ലസ് ML² ആണ്. I0 പ്ലസ് ML² ആണ് പാരലൽ ആക്സിസ് തിയറം പ്രകാരം I. അപ്പം അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒമേഗയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ വിൽ ബി ഒമേഗ² ഈസ് mgl by Iക്ക് I0 എന്ന് പറയുന്നത് mk² പ്ലസ് ML² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ GL by k² പ്ലസ് L² കിട്ടും. GL by k² പ്ലസ് L² കിട്ടും. അതാണ് ഒമേഗ. ഇതിന്റെ റൂട്ട് എടുത്താൽ ഒമേഗ കിട്ടും. റൂട്ട് ഓഫ് GL by k² പ്ലസ് L² ആണ് ഒരു ഫിസിക്കൽ പെൻഡുലത്തിന്റെ കേസിലുള്ള ഒമേഗ. ഒമേഗ ടി കണ്ടുപിടിക്കാൻ ടി ഈസ് 2π by ഒമേഗ ചെയ്താൽ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ കിട്ടും. Now, motion including both rotation and translation. ഒരു റൊട്ടേഷനും ട്രാൻസ്ലേഷനും ഇൻവോൾവ് ചെയ്യുന്ന ഒരു മോഷന്റെ കേസിൽ ആംഗുലർ മൊമെന്റം എന്തായിരിക്കും? ആംഗുലർ മൊമെന്റം ഈസ് സം ഓഫ് ആംഗുലർ മൊമെന്റം ഡ്യൂ ടു റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. അതായത് റൊട്ടേഷൻ വഴി ഉണ്ടാവുന്ന ആംഗുലർ മൊമെന്റം ഇസ് I0 ഒമേഗ ആൻഡ് ട്രാൻസ്ലേഷൻ വഴി ഉണ്ടാവുന്ന ആംഗുലർ മൊമെന്റം ഇസ് R ക്രോസ് MB. So, this total angular momentum is the sum of angular momentum due to rotation and translation. Derivation important ആണ്. Derivation എടുക്കുക. സപ്പോസ് ഒരു മാസ്, ഒരു സിസ്റ്റം എടുത്തു, അവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഒരു പാർട്ടിക്കിൾ എടുത്തു, ഒരു jth പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് RJ ആണ്. ആൻഡ് ഇതാണ് സെന്റർ ഓഫ് മാസ്. സപ്പോസ് ദിസ് ഇസ് സെന്റർ ഓഫ് മാസ്. ദിസ് ഈസ് ഡിസ്റ്റൻസ് പൊസിഷൻ വെക്ടർ ഓഫ് ദ സെന്റർ ഓഫ് മാസ്. ആൻഡ് RJ പ്രൈം എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ് എന്ന് കൺസിഡർ ചെയ്ത പാർട്ടിക്കിളിന്റെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് RJ പ്രൈം. അപ്പം ട്രയാങ്കിൾ ലോ പ്രകാരം RJ എന്ന് പറയുന്നത് RJ പ്രൈം പ്ലസ് R ആയിരിക്കും. വെക്ടർ ആണ്, എല്ലാം വെക്ടർ ആണ്. സോ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ടൈമിനെ റെസ്പെക്ട് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ RJ പ്രൈം വിൽ ബി ഈക്വൽ ടു RJ ഡോട്ട് വിൽ ബി ഈക്വൽ ടു RJ പ്രൈം ഡോട്ട് പ്ലസ് R ആയിരിക്കും. സെക്കൻഡ് ഇക്വേഷൻ ആയി എടുത്തു. ഇനി ആംഗുലർ മൊമെന്റം ഓഫ് ദ jth പാർട്ടിക്കിൾ LJ എന്തായിരിക്കും? RJ ക്രോസ് MJ ഇൻറ്റു VJ. Mass of the jth particle into velocity of the jth particle. ഇനി ഈ രണ്ട് ഇക്വേഷനും, ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ RJ എന്ന് പറയുന്നത് RJ പ്രൈം പ്ലസ് R ക്രോസ് MJ ഇൻറ്റു RJ പ്രൈം ഡോട്ട് പ്ലസ് R. ഓക്കെ, RJ prime dot plus R dot. R dot in there. Total angular momentum of the object will be sum of angular momentums. L will be equal to sum of LJs. J runs from 1 to n. Total number of particle n particle ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം n runs from 1 to n. Now, ഇതിന് സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ സമ്മേഷൻ ഓഫ് MJ RJ എന്ന് പറയുന്നത് MJ RJ പ്രൈം എന്ന് പറയുന്നത് സം ഓഫ് MJ ഇൻറ്റു
സം ഓഫ് എം ജെ ആർ ജെ പ്രൈം എന്ന് പറയുന്നത് എം ഇൻറ്റു എം ജെ ഇൻറ്റു ആർ ജെ പ്രൈമിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആർ ജെ ഡോട്ട് മൈനസ് ആർ ഡോട്ട് കിട്ടും. ഓക്കെ, സമ്മേഷൻ ഫ്രം 1 to n ആണ്, ജെയിലാണ് സമ്മേഷൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? സമ്മേഷൻ ഓഫ് എം ജെ ആർ ജെ ഡോട്ട് മൈനസ് എം ജെ ആർ ഡോട്ട്. വെക്ടർ ആണ്, വെക്ടർ നൊട്ടേഷൻ ഞാൻ തൽക്കാലം ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ എം ജെ ആർ ജെ ഡോട്ട് എന്ന് വെച്ചാൽ എം ജെ വി ജെ ആണ്. എം ജെ വി ജെ, സമ്മേഷൻ ഓഫ് എം ജെ വി ജെ എന്ന് പറയുന്നത് എം വി ആണ്. സമ്മേഷൻ ഓഫ് എം ജെ വി ജെ ഇസ് എം വി. ആൻഡ് എം ജെ ആർ ഡോട്ട് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ സെന്റർ ഓഫ് മാസ് ആണ്, അതും വി ആണ്. അപ്പോൾ സമ്മേഷൻ ഓഫ് എം ജെ ആർ ഡോട്ട് എന്ന് പറഞ്ഞാലും എം വി ആണ്. സോ ടോട്ടൽ വിൽ ബി എം വി മൈനസ് എം വി, ദാറ്റ് വിൽ ബി 0. ദാറ്റ് ഈസ് സമ്മേഷൻ ഓഫ് എം ജെ ആർ ജെ പ്രൈം ഡോട്ട് വിൽ ബി 0. ബാക്കി വരുന്ന ഇക്വേഷൻ എൽ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ആർ ജെ പ്രൈം ക്രോസ് എം ജെ ആർ ഡോട്ട് പ്ലസ് സമ്മേഷൻ ഓഫ് ആർ ക്രോസ് എം ജെ ആർ ഡോട്ട്. ഓക്കെ, ഈ എം ജെ ആർ ഡോട്ട് എന്ന് പറയുന്നത് എം വി ആണ്. അപ്പം ആർ ക്രോസ് എം വി കിട്ടും. സമ്മേഷൻ ഓഫ് എം ജെ ആർ ഡോട്ട് എന്ന് പറയുന്നത് എം വി ആണ്. ഇനി ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ആർ ജെ പ്രൈം പ്ലസ് എം ജെ ആർ ആണ്. സമ്മേഷൻ ഓഫ് ആർ ജെ പ്രൈം പ്ലസ് എം ജെ ആർ ജെ ഡോട്ട് ആണ്, ആർ ഡോട്ട് ആണ്. ആർ ഡോട്ട് എന്ന് പറയുന്നത് വി ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു I0 ഒമേഗ. ദാറ്റ് ഈസ് ആംഗുലാർ മൊമെന്റം എബൌട്ട് ദ സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസിന്റെ ആംഗുലാർ മൊമെന്റം ആണ് ഫസ്റ്റ് ടേം. സോ ഇതെങ്ങനെ എഴുതാൻ പറ്റും? This we can write this as I0 omega plus R cross MV. ഇതാണ് ഇതിന്റെ ഡെറിവേഷൻ, ടോട്ടൽ ഡെറിവേഷൻ. അതായത് ടോട്ടൽ ആംഗുലാർ മൊമെന്റം വിൽ ബി സം ഓഫ് ആംഗുലാർ മൊമെന്റ ഡ്യൂ ടു റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ സെപ്പറേറ്റ്ലി. ഓക്കെ, ഇതാണ് ഇതിന്റെ ഡെറിവേഷൻ. ഇനി ഒരു ആംഗുലർ മൊമെന്റം ഓഫ് എ റോളിംഗ് വീൽ, ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നതാണെങ്കിൽ ഒരു വീല് റോൾ ചെയ്യുന്നു. വീലിന്റെ റേഡിയസ് എന്ന് പറയുന്നത് R ആണ്. വിത്ത് വെലോസിറ്റി, ഒരു വെലോസിറ്റി വീലാണ് ഇത് കറങ്ങുന്നത്. അപ്പം I0 എന്തായിരിക്കും? I0 is mr²/2. ഒരു ഡിസ്ക് ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. mr²/2 ആയിരിക്കും. ആംഗുലർ മൊമെന്റം അബൌട്ട് ദ സെന്റർ ഓഫ് മാസ് എന്തായിരിക്കും? That will be equal to minus I0 angular momentum. L will be minus I0 omega. എന്തുകൊണ്ടാ മൈനസ് I0 വന്നത്? ഡയറക്ഷൻ ടുവേർഡ്സ് ദ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ ആണ്. മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ടുവേർഡ്സ് ദ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ ആണ്. റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രാൻസ്ലേഷൻ മോഷൻ അങ്ങോട്ടേക്ക് തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പം L is minus I0 ഒമേഗ. ഇനി I0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? L will be equal to mr²/2 ഒമേഗ കിട്ടും. mr²/2 ഒമേഗ. ആംഗുലർ മൊമെന്റം ഡ്യൂ ടു ട്രാൻസ്ലേഷൻ എന്താണ്? ആംഗുലർ മൊമെന്റം ഡ്യൂ ടു ട്രാൻസ്ലേഷൻ ഈസ് R ക്രോസ് എം വി. നേരത്തെ ഇപ്പം ഡിറൈവ് ചെയ്തതാണ്. ആംഗുലർ മൊമെന്റം ഡ്യൂ ടു ട്രാൻസ്ലേഷൻ ഈസ് R ക്രോസ് എം വി. R ക്രോസ് എം വി ഈസ് മൈനസ് എം ആർ വി. വി എന്ന് പറയുന്നത് മൈനസ് എം ആർ ക്രോസ് ബി ഒമേഗ, ആർ ഒമേഗ. വി എന്ന് പറയുന്നത് ആർ ഒമേഗ, വി ഇസ് ആർ ഒമേഗ. അപ്പൊ വിക്ക് ആർ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എം ആർ ക്രോസ് ആർ ഒമേഗ കിട്ടും. ദാറ്റ് വിൽ ബി മൈനസ് എം ആർ സ്ക്വയർ ഒമേഗ. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ആംഗുലാർ മൊമെന്റം വിൽ ബി മൈനസ് എം ആർ സ്ക്വയർ ഒമേഗ ബൈ 2 മൈനസ് എം ആർ സ്ക്വയർ ഒമേഗ. അപ്പൊ ടോട്ടൽ ആംഗുലാർ മൊമെന്റം എത്രയായിരിക്കും? മൈനസ് 3/2 എം ആർ സ്ക്വയർ ഒമേഗ ആയിരിക്കും. മൈനസ് 3/2 എം ആർ സ്ക്വയർ ഒമേഗ ആയിരിക്കും ടോട്ടൽ ആംഗുലാർ മൊമെന്റം ഇൻ ദ കേസ് ഓഫ് റോളിംഗ് വീൽ. വീലിനെ ഡിസ്ക് ആയിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയാനുള്ളത് വർക്ക് എനർജി തിയറം ഓഫ് എ റിജിഡ് ബോഡി. ഓക്കെ, ഒരു റിജിഡ് ബോഡിയുടെ കേസിലുള്ള വർക്ക് എനർജി തിയറം എന്തായിരിക്കും നോക്കാം.
ടോട്ടൽ വർക്ക് ഡൺ ഇസ് കൈനറ്റിക് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ്. അതാണ് വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്. അപ്പോൾ റിജിഡ് ബോഡിയുടെ കേസിൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. കൺസിഡർ ബോഡി, അതിൻ്റെ പോയിന്റ് എടുത്തു, ഒരു എ പോയിന്റ് എടുത്തു. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ എ ആണ്. സെന്റർ ഓഫ് മാസിന്റെ ഡിസ്റ്റൻസ് വേറൊരു പോയിന്റ് ആർ ബി എടുത്തു. ആ പോയിന്റ് ബി ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആർ ആണ്. ഓക്കെ, ഇനി ഡബ്ല്യു എന്ന് പറയുന്നത് എ ടു ബിയിലേക്ക് മൂവ് ചെയ്യാൻ എടുക്കുന്ന വർക്കാണ്. അതായത് ഇന്റഗ്രൽ ആർ എ ടു ആർ ബി എഫ് ഡോട്ട് ഡി ആർ ആണ് ടോട്ടൽ വർക്ക് ഡൺ. അപ്പം എഫ് എന്ന് പറയുന്നത് എം എ ആണ്. ഇന്റഗ്രൽ ആർ എ ടു ആർ ബി എം എ ഡി ആർ ആണ്. എ എന്ന് പറയുന്നത് ഡി വി ബൈ ഡി ആർ. ഡി വി ബൈ ഡി ആറിന ഡി ആർ ബൈ എ എന്ന് പറയുന്നത് ഇന്റഗ്രൽ എം ഡി വി ബൈ ഡി ടി ഇൻറ്റു ഡി ആർ എന്ന് എഴുതാൻ പറ്റും. ഡി ആർ ബൈ ഡി ടി ഈസ് 1/v. അപ്പം ഇതിന് ഇന്റഗ്രൽ വി എ ടു വി ബി എം ഇൻറ്റു 1/v ഡി വി എന്ന് എഴുതാൻ പറ്റും. ഇന്റഗ്രൽ 1/v ഡി വി ഈസ് 1/v അല്ല, വി ആണ്. ഓക്കെ, എം ഇൻറ്റു വി ഡി വി ആണ്. സോ വി ഡി വിയുടെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് വി സ്ക്വയർ ബൈ 2 ആണ്. ദിസ് വിൽ ബി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഫ്രം വി എ ടു വി ബി. അപ്പം ഡിഫറൻസ് ഇൻ കൈനറ്റിക് എനർജി ആയിരിക്കും വർക്ക് ഡൺ. വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ഹാഫ് എം വി ബി സ്ക്വയർ മൈനസ് ഹാഫ് എം വി എ സ്ക്വയർ ആയിരിക്കും വർക്ക് ഡൺ. ഇതാണ് വർക്ക് എനർജി തിയറം ഇൻ ദ കേസ് ഓഫ് റിജിഡ് ബോഡി. റിജിഡ് ബോഡി ഒരു സിംഗിൾ പാർട്ടിക്കിളായി ആക്ട് ചെയ്യും. സോ ടോട്ടൽ വർക്ക് ഡൺ വിൽ ബി കൈനറ്റിക് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ. ഇത് ട്രാൻസ്ലേഷൻ മോഷന്റെ കേസിലാണ്. ഇനി റൊട്ടേഷണൽ മോഷന്റെ കേസിലാണെങ്കിൽ ഡബ്ല്യു വിൽ ബി സം ഓഫ് ഡിഫറൻസ് ഓഫ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആയിരിക്കും. അതായത് ഹാഫ് എം ഒമേഗ ബി സ്ക്വയർ മൈനസ് ഹാഫ് ഐ ഒമേഗ എ സ്ക്വയർ ആയിരിക്കും ടോട്ടൽ വർക്ക് ഡൺ ഇൻ ദ കേസ് ഓഫ് റൊട്ടേഷണൽ. ഇനി രണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ടോട്ടൽ കൈനറ്റിക് എനർജി, ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്, ഇനി റൊട്ടേഷണൽ മോഷനും ട്രാൻസ്ലേഷൻ മോഷനും എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ബോഡി ആണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ വിൽ ബി ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആയിരിക്കും. അതായത് ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി ബി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ ബി സ്ക്വയർ മൈനസ് ഹാഫ് എം വി എ സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ എ സ്ക്വയർ ആയിരിക്കും. ഇത് ഫൈനൽ കൈനറ്റിക് എനർജിയും ഇത് ഇനീഷ്യൽ കൈനറ്റിക് എനർജിയും ആയിരിക്കും. സോ ദ വർക്ക് എനർജി തിയറം ഫോർ എ റിജിഡ് ബോഡി എക്സിക്യൂട്ടിംഗ് ബോത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ മോഷൻ എന്ന് പറയുന്നത് വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആയിരിക്കും. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡ്രം റോളിംഗ് ഡൗൺ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ഒരു ഡ്രം ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലെ റോൾ ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാവുന്ന ഒമേഗയും ഐയും ആംഗുലർ മൊമെന്റും മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് നോക്കാം. സോ വർക്ക് ഡൺ എന്താണെന്ന് നോക്കണം. സോ ദിസ് ഇസ് തീറ്റ. ഇത് തീറ്റ ആംഗിൾ ആണ്. ഇത് ഒരു ബോഡി ഓഫ് മാസ് എം ആൻഡ് റേഡിയസ് ആർ. വർക്ക് ഡൺ വിൽ ബി ഡബ്ല്യു വിൽ ബി എഫ് ഡോട്ട് ഡി അല്ലെങ്കിൽ എഫ് ഡോട്ട് എൽ ആയിരിക്കും. വർക്ക് ഡൺ എന്ന് പറയുന്നത് എഫ് ഡോട്ട് എൽ ആയിരിക്കും. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? താഴോട്ട് എം ജി ആണ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്. എം ജി ഇങ്ങോട്ട് ആക്ട് ചെയ്യുമ്പോൾ എം ജിയുടെ കമ്പോണന്റ് ഇങ്ങോട്ടും ഉണ്ടാവും, രണ്ട് കമ്പോണന്റ് ഉണ്ടാവും. ഇത് എം ജി സൈൻ തീറ്റ ആയിരിക്കും, ഇത് എം ജി കോസ് തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പൊ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എം ജി സൈൻ തീറ്റ മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം എം ജി സൈൻ തീറ്റ, ഇത് തീറ്റയാണ്. ഓക്കെ, എം ജി സൈൻ തീറ്റ മൈനസ് എഫ് ഡോട്ട് എൽ ആണ് ടോട്ടൽ വർക്ക് ഡൺ. ഓക്കെ, അതായത് എം ജി എൽ സൈൻ തീറ്റ മൈനസ് എഫ് എൽ ആണ് ടോട്ടൽ വർക്ക് ഡൺ. ഇനി എൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? എൽ ആണ് ഈ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ആണ് എല്, ഇത് എച്ച്, അപ്പോൾ ഇത് തീറ്റ ആയിരിക്കും. ഓക്കെ, എൽ സൈൻ തീറ്റ എന്ന് പറയുന്നത്
എൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് എച്ച് ആണ്. അപ്പോൾ ഡബ്ല്യു വിൽ ബി ഈക്വൽ ടു എം ജി എച്ച് മൈനസ് എഫ് എൽ. W will be equal to work done will be equal to mgh minus FL. ഇനി work energy theorem പ്രകാരം work done will be equal to half mv square. Kinetic energy ആണ് work done. അപ്പോൾ half mv square നെ equate ചെയ്ത് കഴിഞ്ഞാൽ mgh minus FL will be equal to half mv square. ഇനി റൊട്ടേഷണൽ മോഷൻ കൂടി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ടോർക്ക് ഉണ്ടാവും. ടോർക്ക് വിൽ ബി ഈക്വൽ ടു ആർ എഫ്. ടോർക്ക് വിൽ ബി ഈക്വൽ ടു ആർ എഫ്. സോ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ആർ എഫ് ഇൻറ്റു തീറ്റ. ഓക്കെ, വർക്ക് എനർജി തിയറം പ്രകാരം വർക്ക് ഡൺ ഇസ് half I omega square. Half I omega square will be equal to RF theta. ഇനി I എന്ന് പറയുന്നത് ഒരു ഡ്രമ്മിന്റെ കേസിൽ I എന്ന് പറയുന്നത് mr square by 2 ആണ്. ആൻഡ് r theta is L. r theta is L. r എന്ന് പറയുന്നത് ഇതിന്റെ റേഡിയസ് ആണ്. ഓക്കെ, ആർ തീറ്റ എന്ന് പറയുന്നത് എൽ ആയിരിക്കും. സോ ഇത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡബ്ല്യു എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡബ്ല്യു വിൽ ബി ഈക്വൽ ടു ഹാഫ് എം ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു വി ബൈ ആർ ഹോൾ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എഫ് എൽ. ഓക്കെ, എഫ് എല്ലിന് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അതായത് ഇതാ ഹാഫ് എം ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു വി ബൈ ആർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഈ രണ്ട് ഇക്വേഷനും റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും ഇക്വേറ്റ് ചെയ്ത് രണ്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? ഹാഫ് എം വി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എം ജി എച്ച് മൈനസ് ഹാഫ് എം വി സ്ക്വയർ. എഫ് എൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം എഫ് എല്ലിന് 1/4 എം വി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 4/3 ജി എച്ച്. വി വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 4/3 ജി എച്ച്. ഇതാണ് ഒരു ഡ്രം റോളിംഗ് ഡൗൺ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ അതിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന വെലോസിറ്റി. സോ this is V is equal to 4/3 GH. ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊന്ന് ഓർത്തു വെക്കാം. ആൻഡ് ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സിലറേഷൻ ഇതൊക്കെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. ഇതിനൊക്കെ വെക്റ്റർ ടേംസിൽ എഴുതാൻ പറ്റും. ഇപ്പം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ തീറ്റ വിൽ ബി ഈക്വൽ ടു തീറ്റ I തീറ്റ xi plus theta yj plus theta zk. Similarly, omega xi plus omega yj plus omega zk എന്ന് എഴുതാൻ പറ്റും. ആൽഫ ആംഗുലാർ ആക്സിലറേഷനെയും ആൽഫ xi plus ആൽഫ yj plus ആൽഫ z k എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആയതുകൊണ്ട് തന്നെ വെക്റ്റർ റെപ്രസെന്റേഷനിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം എടുത്തു കഴിഞ്ഞാൽ ഡി തീറ്റ ബൈ ഡി ടി എടുത്തു കഴിഞ്ഞാൽ ഒമേഗ കിട്ടും. അപ്പം ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ എക്സ് ഡോട്ട് പ്ലസ് തീറ്റ വൈ ഡോട്ട് പ്ലസ് തീറ്റ സെഡ് ഡോട്ട് ആയിരിക്കും. അതേപോലെ തന്നെ അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ തീറ്റയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കിട്ടും. ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ആക്സിലറേഷൻ കിട്ടുന്നതായിരിക്കും. അത് ആൽഫ ആയിരിക്കും. സോ ഇനി ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. നേരത്തെ നമ്മൾ യൂസ് ചെയ്ത് വന്നതാണ്. ദിസ് ഇസ് വി ഇസ് ആർ ക്രോസ് ഒമേഗ. ഇതാണ് ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. അതിന്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. സോ വി ഇസ് ആർ ക്രോസ് ഒമേഗ
ആർ ഒമേഗ സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. അപ്പം ആർ ഇൻറ്റു പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഓഫ് ഒമേഗ, അല്ലെങ്കിൽ ഒമേഗ ഇൻറ്റു പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഓഫ് ആർ എന്ന് എഴുതാം. വി എപ്പോഴും ആറിനും ഒമേഗക്കും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഉണ്ടാവല്. ആൻഡ് വിന്റെ ഡയറക്ഷൻ വി ക്യാൻ ഫൈൻഡ് ഇറ്റ് യൂസിങ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. തമ്പ് റൂൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ പുറത്തേക്കും, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ പുറത്തേക്കും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഉള്ളിലേക്കും ആയിരിക്കും. സോ വി ക്യാൻ ഫൈൻഡ് ഇറ്റ് യൂസിങ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇനി ഒരു ടോപ്പിക് ഇതിൽ വരുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ് ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇഫ് എക്സ്റ്റേണൽ ടോർക്ക് ആബ്സെന്റ് ആണെങ്കിൽ ആംഗുലാർ മൊമെന്റം 0 ആണ്. കാരണം ടോ എന്താണ്? ടോ ഈസ് dl/dt. ടോ ആബ്സെന്റ് ആണെങ്കിലോ ടോ 0 ആണ്. ടോ 0 ആവുന്ന കേസിൽ dl/dt ഈസ് 0. dl/dt 0 ആണെങ്കിൽ L ഇസ് കൺസർവ്ഡ്. സോ ആംഗുലാർ മൊമെന്റം, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇഫ് എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ സിസ്റ്റം ഇസ് 0, then the total angular momentum is conserved. പക്ഷെ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഒരു സിസ്റ്റം ഓഫ് n പാർട്ടിക്കിൾസിന് എങ്ങനെയാണ് ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആവുന്നതെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. അതിന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്, ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യാം. ഒരു n പാർട്ടിക്കിൾ, ഒരു സിസ്റ്റം ഉണ്ട്. ഇറ്റ് ഈസ് ഹാവിങ് n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈച്ച് particle having angular momentum L1, L2, etc. Ln. അപ്പോൾ ടോട്ടൽ ആംഗുലാർ മൊമെന്റ് എന്തായിരിക്കും? L will be equal to sum of L1 plus L2 plus etc. plus Ln ആയിരിക്കും. സം ഓഫ് ദ ആംഗുലാർ മൊമെന്റ് ആയിരിക്കും. അതായത് സിഗ്മ L I ആയിരിക്കും. I from 1 to n. ആൻഡ് L1 എന്താണ്? L1 എന്ന് പറയുന്നത് R cross R1 cross M1 V1 ആണ്. സിമിലർലി L2 എന്ന് പറയുന്നത് R2 ക്രോസ് M2 V2 ആണ്. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മേഷൻ്റെ ഉള്ളിൽ എങ്ങനെ എഴുതാൻ പറ്റും? സമ്മേഷൻ്റെ ഉള്ളിൽ L വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ ഓഫ് RI ക്രോസ് MI VI. ഇതാണ് ടോട്ടൽ ആംഗുലാർ മൊമെന്റം. ഇനി ഈ ആംഗുലാർ മൊമെന്റത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം. dl/dt ചെയ്ത് കഴിഞ്ഞാൽ d/dt ഓഫ് സമ്മേഷൻ RI ക്രോസ് MI VI. ക്രോസ് രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. സോ രണ്ട് വേരിയബിൾസിനെയും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അതായത് d/dt ഓഫ് RI ക്രോസ് MI VI പ്ലസ് RI ക്രോസ് d/dt ഓഫ് MI VI. d/dt ഓഫ് MI VI പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. dr/dt എന്താണ്? VI. ആൻഡ് dv/dt ഈസ് ആക്സിലറേഷൻ. mdv/dt ഈസ് ഫോഴ്സ്. സോ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? അതായത് L വിൽ ബി ഈക്വൽ ടു V ക്രോസ് MV പ്ലസ് സമ്മേഷൻ ഉണ്ട് പുറത്ത് VI ക്രോസ് MI VI പ്ലസ് RI ക്രോസ് FI. RI ക്രോസ് FI. അപ്പം VI ക്രോസ് VI എന്താണ്? 0 ആണ്. VI ക്രോസ് VI ആകുമ്പോൾ ഫസ്റ്റ് ടേം 0 ആവും. പ്ലസ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ടോർക്ക് ആണ്. സമ്മേഷൻ RI ക്രോസ് FI എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് ആണ്. അപ്പം L വിൽ ബി ഈക്വൽ ടു സം ഓഫ് I ഫ്രം 1 to n ടോ I ആയിരിക്കും ടോട്ടൽ ആംഗുലാർ മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പം ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ വാട്ട് dl/dt ആണ്. ഓക്കെ, dl/dt 0 ആയിരിക്കും. dl/dt 0 ആണെങ്കിൽ L is conserved. So for a system of particles L is conserved if the external torque is absent. സോ ഇത്രയാണ് ആംഗുലാർ മൊമെന്റത്തിനെ പറ്റി പറയാനുള്ളത്. സോ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് ആംഗുലാർ മൊമെന്റ് ആണ്. ആംഗുലാർ മൊമെന്റത്തിൽ മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത് കുറച്ച് പ്യൂർ റൊട്ടേഷൻ, പാരലാക്സ് തിയറം, മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് മെയിനായിട്ട് ചോദിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒക്കെ, ടോർക്ക് ഓഫ് എ
സ്ലൈഡിംഗ് ബ്ലോക്ക് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പോർഷൻസ് ആണ്. ആൻഡ് സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ആംഗുലർ മൊമെന്റം. സോ നിങ്ങളുടെ മെക്കാനിക്സ് പേപ്പറിൽ ഇത് 3 യൂണിറ്റ് ആണുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് ന്യൂട്ടൺസ് ലോ, സെക്കൻഡ് യൂണിറ്റ് വർക്ക് എനർജി, ആൻഡ് തേർഡ് യൂണിറ്റ് is angular momentum. And yeah, that's it. Thank you.